ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ മീറ്റിംഗ്, അവർക്ക് മീറ്റിംഗ് ഒന്നുമില്ല. അവര് പക്ഷേ തരുന്ന കുറെ വീഡിയോസ് ഇട്ട് തരും. നമ്മൾ കണ്ടിട്ട് അതിന്റെ നമ്മുടെ അഭിപ്രായങ്ങൾ അതിനകത്ത് അറിയിക്കുക. അപ്പം അടുത്ത കുറെ വീഡിയോസ് ഇട്ട് തരും. ഒരു 3-4 പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് അത്ര നല്ലതൊന്നും തോന്നിയില്ല. അങ്ങനെ ഞാൻ അതിന് റിപ്പോർട്ടൊന്നും കൊടുക്കാതെ യാതൊരു റിപ്ലൈ ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ലിങ്ക് കിട്ടുന്നത്, ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു എന്തായാലും വന്ന് ഇതിനകത്തുനിന്ന് ഗ്രൂപ്പിലൊന്നും കയറി മീറ്റിംഗ് കൂടെ, ബാക്കി എന്നിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നു, മീറ്റിംഗ് കൂടി. ആദ്യത്തെ ദിവസം കേട്ടു, എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ ഇറങ്ങിപ്പോയി. 2 ദിവസം കേട്ടു. 3-ാമത്തെ ദിവസം സാറിന്റെ പേര് വിളിച്ചു. അപ്പൊ ഞാനിങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ID എടുക്കാന്ന് പറഞ്ഞു. വീണ്ടും 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ID എടുക്കുന്നത്. ID എടുത്തു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഇതിനകത്തേക്ക് ആകർഷിച്ച ഒരൊറ്റ ഘടകം എന്ന് പറഞ്ഞാൽ ഷായ് സാർ പറഞ്ഞു. ഷായ് സാറിന്റെ അമ്മയുടെ കാലിന്റെ മുട്ടിന് ഇതുപോലെ ഒരു മുട്ട് സാർ അറിയാതെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു. 2-ാമത്തെ മുട്ട് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പം വേണ്ട, ഈ സപ്ലിമെന്റ് ഒന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് സാർ സപ്ലിമെന്റ് കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചു. അമ്മ ഇന്ന് ആരോഗ്യവതിയായിട്ട് എഴുന്നേറ്റ് നടക്കുന്നു, അമ്മ ബിസിനസ് ചെയ്യുവാന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം എന്റെ മനസ്സിലുണ്ടായി. അപ്പൊ എന്റെ അമ്മയെ എഴുന്നേറ്റ് നടക്കും, ആ ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ വന്നു. ഞാൻ ID എടുത്തു. ആ സമയത്ത് എൻ്റെ പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലാണ് രോഗി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇച്ചിരി പൈസ വേണം, ഇന്ന പോലെയാണ് കാര്യങ്ങൾ. അപ്പൊ പറഞ്ഞു എന്റെ വീതമായിട്ട് അമ്മയ്ക്ക് ആ സപ്ലിമെന്റ് മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് അവര് അന്നേരം 3000 രൂപ എടുത്ത് എനിക്ക് തന്നു, എന്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നു. ഞാൻ അതിന് സപ്ലിമെന്റ് മേടിച്ചു. ഞാൻ ആദ്യം മേടിക്കുന്നത് സപ്ലിമെന്റ് ആണ്, യാതൊരു പ്രൊഡക്റ്റും ഞാൻ അതിനകത്ത് വാങ്ങിച്ചിട്ടില്ല. 3100 സംതിങ്ങിന്റെ സപ്ലിമെന്റ് മേടിച്ചു, അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ഒരു 4 ദിവസം കണ്ടിന്യൂസ് അത് കഴിച്ചു. 4-ാമത്തെ ദിവസം അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3100 രൂപയുടെ സാധനം മേടിക്കുമ്പം എനിക്ക് അതിൻ്റെ കൂടെ നമുക്ക് വെള്ളമൊക്കെ കലക്കി കുടിക്കുന്ന ഡ്രിങ്കിങ് വാട്ടറിന്റെ ഒരു കുപ്പി 200 മില്ലിയുടെ ഒരു ഇത് കിട്ടിയിരുന്നു. അത് നല്ല എഫക്റ്റ് ആയിരുന്നു, ഒത്തിരി എനർജി ആയിരുന്നു അത് കഴിക്കുമ്പോൾ. സാധാരണ നമ്മള് ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ എനർജി അതിനകത്തുനിന്ന് ഉണ്ടാകുമായിരുന്നു. അത് സൂക്ഷിച്ച് വെക്കുമായിരുന്നു. അങ്ങനെ അമ്മ ഇപ്പൊ അത് കഴിക്കാൻ തുടങ്ങിയിട്ട് 5 മാസമായി. ഇത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം വേദനയെന്ന് പറഞ്ഞ അമ്മ ഒരിടത്തും പോയി ഇരിക്കാറില്ല. മറ്റേ എന്തെങ്കിലും ഒന്ന് ചെയ്യും, അമ്മയ്ക്ക് നടുവും വിട്ടുപോകുക, കാല് വിട്ടുപോകുക എന്ന് പറഞ്ഞ അമ്മ വേഗം പോയി കിടക്കും. ആ ഒരു എക്സ്പീരിയൻസ് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ എൻ്റെ അനിയത്തിയോട് പറഞ്ഞു നീ ഇതിനകത്ത് ചേര്, നമുക്ക് ഇതിലൂടെ രക്ഷപ്പെടാൻ പറ്റും. കാരണം ആദ്യം നമുക്കൊരു ഇത്രയും സാധനം മേടിക്കുമ്പം ഫ്രീ കിട്ടുന്നുണ്ട്. ആ മാസം പിറ്റേ മാസം 10-ാം തീയതി വന്നപ്പം 96 രൂപയാണ് എനിക്ക് എന്റെ ഇൻകമായിട്ട് കിട്ടിയത്. അപ്പൊ അത് വലിയൊരു സന്തോഷമായിരുന്നു. അങ്ങനെ 2-ാമത്തെ മാസം ആയപ്പോഴത്തേനും എന്റെ അനിയത്തിയും സപ്ലിമെന്റും പ്രൊഡക്റ്റും ഒക്കെ എടുത്തു. അവർക്ക് എന്നും മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ 6 മാസം ഇരുട്ടുമുറിയിലാണ് കിടപ്പ്. കാരണം ഈ ആന്റിബയോട്ടിക് എല്ലാം കഴിച്ച് ഇത് കഴിച്ച് ഒരാഴ്ച തികയുന്നതിന് മുമ്പേ അവിടെ ആ മൈഗ്രെയിൻ ഒക്കെ ഏത് വഴിക്ക് പോയെന്ന് അറിയത്തില്ല. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വല്ലാത്തൊരു സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ കൊച്ചിന് ഇപ്പം +2 പഠിക്കുകയാണ് അവന് എന്നും ശ്വാസം മുട്ടല. ഏത് പാതിരാത്രിക്കാണെങ്കിലും ഓട്ടോ വിളിച്ച് ഞാൻ കൊണ്ടുപോകും. ഒത്തിരി ഞാൻ വലഞ്ഞിട്ടുണ്ട് അവനെ കൊണ്ട്. അപ്പൊ ഇൻഹീലർ ഇല്ലാതെ അവന് നടക്കാൻ പറ്റത്തില്ല. അനങ്ങുമ്പോ ഇൻഹീലർ വേണം. അപ്പൊ ഇതിനകത്തെ സപ്ലിമെന്റില് തുളസി ഡ്രോപ്സ്, പിന്നെ റെസ്പോ കെയർ, അമ്ല, ഇത് 3 ഞാൻ അവന് കൊടുത്തു. ഞങ്ങൾ എല്ലാരും കഴിക്കുന്നുണ്ട്. ഇപ്പം എന്നാ കാണിച്ചെന്നാലും ശ്വാസം മുട്ടലൊന്നുമില്ല. അത് അധികം യൂസ് ചെയ്യുന്നുമില്ല. എന്നാൽ പോലും അവൻ നല്ല ആരോഗ്യവാനായിട്ട് അവൻ നടക്കുന്നുണ്ട്, നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ നിന്ന് വീണ്ടും ഞങ്ങൾക്ക് 2-ാമത്തെ മാസം എനിക്ക് 488 രൂപ ഇൻകമായിട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് 3-ാമത്തെ മാസം 388 രൂപ കിട്ടി. 4-ാമത്തെ മാസം 373 രൂപ കിട്ടി. 4-ാമത്തെ മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ 12-ാം ഇതിലേക്ക് വന്നു. അതിനുശേഷം എൻ്റെ ഒരു അനിയത്തിയെ കൂടി ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും സാറ് എപ്പോഴും പറയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ നിങ്ങൾ കൊണ്ടുവരരുത്, അവരോട് നിങ്ങളിപ്പോ പറയരുത് എന്ന്. പക്ഷെ എൻ്റെ അമ്മയുടെ അനുഭവമാണ് അവരെ 2 പേരെ ഇതിനകത്ത് പിടിച്ചു നിർത്തിയതും. അവര് 2 പേരും മൈഗ്രെയിൻ അടിമകളായിരുന്നു. ഇപ്പൊ അവർക്ക് 2 പേർക്കും മൈഗ്രെയിന്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവര് സന്തോഷമായിട്ട് നടക്കുന്നുണ്ട്. ഇതിനകത്ത് 2 പേരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം
എന്റെ സ്വന്തം അനിയത്തിക്ക് കല്യാണത്തിന്റെ തിരക്കായതുകൊണ്ട് 2 പിള്ളേരുടെ കല്യാണം ആയതുകൊണ്ടാണ് അവൾ ഇതിനകത്ത് വരാത്തത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വെസ്റ്റീജിൽ നിന്ന് ഞങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞു ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത്രയ്ക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ എന്തായാലും ഇതിനകത്ത് ഉറച്ചു നിൽക്കും. ഞങ്ങൾക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഷാജി സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം കുടുംബത്തിലെ സ്വന്തം ഒരു അംഗം എങ്ങനെ ഞങ്ങളെ കൈപിടിച്ച് നടത്തും എന്ന അതിലും ഇതായിട്ട് ഭീമ മാഡം ആണേലും ഇടയ്ക്ക് സുഷിതാമ്മയാണേലും ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന വിനോദ് സാറിനും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ദൈവനാമത്തിൽ ഞാൻ അർപ്പിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് വിഷ്. താങ്ക് യു മിനി ചേച്ചി. മിനി ചേച്ചി ഫാമിലിയോടൊപ്പം വെസ്റ്റീജിനെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്. അവർ അങ്ങനത്തോളം ഈ വെസ്റ്റീജിനെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ല, ഞാൻ കുടുംബത്തിലെ ആൾക്കാർ ഇൻവൈറ്റിൽ പറഞ്ഞാൽ അവരുടെ കുടുംബത്തിലുള്ള അനുഭവം എക്സ്പീരിയൻസ് ആണ് എല്ലാവരും അവരോടൊപ്പം വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾക്ക് ആലോചിച്ച് നോക്കുക. നമ്മളിലൂടെ ഒരു ഫാമിലി ആരോഗ്യവാന്മാരെ ഇരിക്കാന്ന് നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ? പക്ഷെ ഇത് പറഞ്ഞാൽ മനസ്സിലാവാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് കുറച്ച് മുന്നേ ഇതിന് സെഷൻ എനിക്കൊരാൾ മെസ്സേജ് ഉണ്ടായിരുന്നു. ഷുഗറിന് മരുന്ന് കഴിക്കുന്ന 10 വർഷമായിട്ട് അവർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളെ സപ്ലിമെന്റ് കഴിച്ചാൽ ഷുഗർ മാറുന്നു പറയുമ്പോൾ ഡോക്ടറോട് ചോദിക്കാതെ കഴിക്കില്ല, സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നതുകൊണ്ട് കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ട പറഞ്ഞു. അവർ ഇത്രയും വർഷം ഷുഗറിന്റെ മരുന്ന് കഴിച്ചപ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടായതുകൊണ്ട് ചെക്ക് ചെയ്തിട്ടുമില്ല. ഷുഗർ എന്തുകൊണ്ട് കുറഞ്ഞിട്ടില്ല എന്ന് ഡോക്ടറോട് ചോദിച്ചിട്ടുമില്ല. 10 വർഷമായിട്ട് മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞു ഷുഗറിന്റെ. നമ്മളെ 360 രൂപ കൊടുത്ത് നീമ് കഴിച്ചാൽ ഷുഗർ കുറയുന്ന കാര്യം പറയുമ്പോൾ അവർക്ക് പേടിയാണ്, വില കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് അവർക്ക് ഈ സാധനം കൊടുക്കരുത്. അവർക്ക് 3250 രൂപയുടെ ഷുഗറിന്റെ സാധനമുണ്ട്, ആ കമ്പനിയുടെ സാധനം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്നാലും അവർ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് എനിക്ക് ഏറ്റവും സന്തോഷം കൂടെ ഒരാളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലോഹിതാശൻ ചേട്ടൻ ഇവിടെ ഉണ്ടോ? ഇങ്ങോട്ടാക്കാൻ പറ്റുമോ? അർച്ചന ലോഹിതാശൻ. അർച്ചന ഇങ്ങോട്ടാക്കാൻ പറ്റുമോ? ഒരു വൈഫൈ പോയോ? ഉണ്ട്, പറഞ്ഞോളൂ. ഹലോ, പറയൂ കുറച്ച് വോയിസ് ആയിക്കോ. കേക്കുന്നില്ലേ സാറേ? ഇപ്പൊ ഓക്കെ. ഒന്ന് പരിചയപ്പെടുത്തിട്ട് ആയിക്കോട്ടോ. ഹലോ, ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് അർച്ചനയാണ് സംസാരിക്കുന്നത്. കാഞ്ഞങ്ങാട് കേളോത്ത്, കാസർഗോഡ് ജില്ല. കേക്കുന്നില്ലേ സാറേ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാനത് നിങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരിക്കാം, പറഞ്ഞോളൂ. ബുഷ്ര മേഡാന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. ഞാൻ ഇതില് ജോയിൻ ആയിട്ട് 7-8 മാസത്തിന്റെ അടുത്തായി. ആദ്യം തന്നെ ഒരു 23 PVയുടെ അടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടു. ഇപ്പോ ഹലോ, പറഞ്ഞോ, കേൾക്കാം. കേക്കുന്നുണ്ട് സാർ? 241 PV ചെയ്തിട്ടുണ്ട് ഇപ്പോ. ഹസ്ബൻഡിന് ചെറിയ ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായത് ഹസ്ബൻഡിന്. അങ്ങനെ കുറച്ച് സപ്ലിമെന്റ് എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി. ഹസ്ബൻഡിന് ഇപ്പോ ബ്ലഡ് അയൺ ഫോളിക് യൂസ് ആക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് കൂടിയിട്ട് 2 ഇഞ്ചക്ഷൻ ഒഴിവാക്കി. അത് ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഹസ്ബൻഡിന് നല്ല മാറ്റമുണ്ട്, നല്ല ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കിട്ടിയത് ഭയങ്കര സന്തോഷാണ്. വെസ്റ്റീജിൽ എത്തിയത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഹസ്ബൻഡിനും. പിന്നെ എല്ലാ പ്രൊഡക്റ്റും ഇപ്പൊ യൂസ് ആക്കാൻ പറ്റുന്നുണ്ട്. ഗാനോഡർമ, പിന്നെ ഗ്ലൂക്കോ ഹെൽത്ത്, നീം, സ്പൈറുലിന എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ ഷുഗർ എല്ലാം കൺട്രോൾ ആയി വരുന്നുണ്ട്. ഇൻസുലിൻ എല്ലാം കുറച്ചു ഒഴിവാക്കി. പോയി തീരെ ഇല്ല, ഇപ്പൊ ഒരു നേരത്ത് മാത്രമേ ഉപയോഗിക്കുന്നില്ലു. അങ്ങനെ ഭയങ്കര ഹാപ്പിയിൽ തന്നെ ഇല്ല. ഇപ്പൊ ഹസ്ബൻഡും എല്ലാരും ചോദിക്കുന്നതുകൊണ്ട് നല്ല മാറ്റമുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്റെ ചെറിയ മോന് വൈറ്റമിൻസിന്റെ മുഖത്തെല്ലാം അങ്ങനെ വൈറ്റ് ഇതായിട്ട് ഡോട്ടായിട്ടുണ്ടായിനി. അങ്ങനെ പിന്നെ
മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് ഉപയോഗിച്ചിട്ട് ഓന് നല്ല മാറ്റമുണ്ട്. പിന്നെ അടുത്തുള്ളവരെല്ലാം പേസ്റ്റ്, സോപ്പ് അങ്ങനെയെല്ലാം വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അവരെല്ലാം നല്ല റിസൾട്ട് തന്നെ പറയുന്നു. പല്ലുവേദന, മോണപ്പഴുപ്പിനും എല്ലാത്തിനും നല്ല മാറ്റമുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ ആഴ്ചയില് 4-5 പേസ്റ്റ് തന്നെ പോകുന്നുണ്ട് എൻ്റെ കയ്യിൽ. എല്ലാരും ചോദിച്ചു വരുന്നുണ്ട്, വീട്ടിലേക്ക് തന്നെ പേസ്റ്റ് ഉണ്ടോ ചോദിച്ചിട്ട് വരുന്നുണ്ട് എല്ലാരും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 6 പേസ്റ്റ് ഉണ്ടായിനി. ഇപ്പൊ ആകെ ഒന്നേ ഇല്ലു. ഇപ്പൊ നമ്മ ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റേ ഇല്ലു. ബാക്കിയെല്ലാം കഴിഞ്ഞു. എല്ലാം വാങ്ങിയിട്ട് തീർന്നു എല്ലാരും. സോപ്പും അങ്ങനെ പിന്നെ സോപ്പും അതുപോലെ തന്നെ അലർജി ആയിട്ട് ഇവരെ ഒരു ബന്ധു വന്നിട്ടുണ്ടായിനി. അലർജി ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോ ഇവിടെ വന്നിട്ടുണ്ടായിനി. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നല്ലൊരു സോപ്പ് ഉണ്ട്, ഉപയോഗിച്ച് നോക്കുമായിരുന്നു. എന്നിട്ട് അവര് കഴിഞ്ഞിട്ടേറ്റുമ്പോ അതിലെ ഇങ്ങോട്ട് വിളിച്ചു, നല്ല സോപ്പ് ഇനിയും കിട്ടുമോ ഇത് എന്ന് വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിനി. അങ്ങനെ അവര് ഇന്നലെ രണ്ട് സോപ്പും ഒരു പേസ്റ്റും കൊണ്ടുപോയി അവരെ വീട്ടിന്റെ അടുത്ത് അവരും പറഞ്ഞിട്ട് അവരും വാങ്ങി. എന്നിട്ട് സോപ്പ് ഹസ്ബൻഡിന് ഇപ്പൊ മാറ്റം കണ്ടിട്ട് തന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട്, എന്ത് ഉപയോഗിക്കുന്നത്. ഫേസ് കണ്ടിട്ട് തന്നെ എല്ലാരും ചോദിക്കുന്നു, ഫേസ് വാഷ് ഉപയോഗിക്കുന്നുണ്ടോ അങ്ങനെയെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മാറ്റം കണ്ടിട്ട് നല്ല ഡയാലിസിസ് ചെയ്യുന്നോണ്ട് ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ടുണ്ടായിനി മുഖമെല്ലാം. ഇപ്പൊ നല്ല കളർ ചേഞ്ച് എല്ലാം വന്നിട്ട് നല്ല മാറ്റമുണ്ട്. ബ്ലഡ് എല്ലാം കൂടിയതുകൊണ്ട് അങ്ങനെ അങ്ങനെയെല്ലാം ആയിട്ട് നല്ല മാറ്റം തന്നെ. നമ്മ ഹാപ്പി ആയിട്ടുണ്ട് ഇപ്പൊ. ഇനിയും കുറച്ച് മാറ്റം വരാനുണ്ട്. ഒരു ഡയാലിസിസ് ചെയ്യുന്നത് അത് ഒഴിവാവണം എന്നുള്ള ഒരു ഇതിലാന്നുള്ളത് ഇപ്പൊ. അങ്ങനെ മറ്റേ കിഡ്നി ഹെൽത്ത് ഉപയോഗിക്കുന്നുണ്ട്. കിഡ്നി ഹെൽത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല, കുറഞ്ഞിനോന്നുള്ളത് അറിയില്ല. ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് നോക്കാൻ വേണ്ടിട്ട് ആണുള്ളത്. അതിലും കൂടി കുറഞ്ഞാല് ഒരു ആശ്വാസാട്ടി. പിന്നെ മക്കളും ഭയങ്കര സന്തോഷം തന്നെ. ഗമ്മീസ് എല്ലാം കൊടുത്തിട്ട് നല്ല ഇതുണ്ട്. ഗമ്മീസ് എല്ലാം കഴിച്ചിട്ട് നല്ല ഇതുണ്ട്. പിന്നെ വേറെ ഷാജി സാറ് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷാജി സാറ്, ഭീമ മേഡം എല്ലാം അടുത്ത് വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടെല്ലാം നല്ല സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഉഷ മേഡം വിളിക്കലുണ്ട്, ഇടക്ക് വിളിക്കും. ആടെ നെറ്റ് വർക്ക് കിട്ടാത്തതിനോണ്ട് കുറച്ച് ഒരു ബുദ്ധിമുട്ട് തന്നെ. എന്നാലും ഇടക്ക് വിളിക്കും, അവര് വിളിച്ചിട്ട് അന്വേഷിക്കും എങ്ങനെയുണ്ട് ഇതെല്ലാം. എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നില്ലേ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ സാറിന് ഇടക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിനി പറ്റുമോന്നുള്ളത്. അപ്പൊ പറ്റും തന്നെ പറഞ്ഞിട്ട് ഇതില് ഞാൻ പിടിച്ചു നിന്നതാണ്. ഉം. ഉം. പിന്നെ ചേട്ടാ സംസാരിക്കുവോ രോഹിതാക്ഷൻ? ആ സംസാരിക്കും സാറേ. ഹസ്ബൻഡിന്റെ ഹാപ്പി തന്നെ ഇപ്പൊ നമ്മളെ ഒരു സന്തോഷം. ഇപ്പൊ നല്ല ഉറക്കം കിട്ടുന്നുണ്ട് മെയിൻ ആയിട്ട്. അല്ലെങ്കിൽ ഉറങ്ങലേ കുറവ് തന്നെ ഉണ്ടായത്. എണീച്ചിരിക്കും ശ്വാസതടസ്സം പോലെ ആയിട്ട്. ഇപ്പൊ മറ്റേ ഫ്ലാക്സ് ഓയിൽ അതൊക്കെ കഴിച്ചിട്ട് നല്ല ഒരു ഉറക്കത്തിന് നല്ല മാറ്റമുണ്ട്. ഇങ്ങനെ കഥപ്പോ ക്ഷീണം അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ അവർക്ക് കൊടുക്കാം സാറേ. ചേട്ടാ പറഞ്ഞോളൂ. ഹലോ, ചേട്ടാ പറയൂ. നമസ്കാരം സാർ. നമസ്കാരം. സാറേ ഞാനിപ്പോ വളരെ ഹാപ്പിയാണ് ഇപ്പോ. നമ്മളും പിന്നെ ഹാപ്പിയാണ്. ഇത് ഞാന് ഇപ്പൊ കിഡ്നിയുടെ പ്രോബ്ലം ആയിട്ട് 1 വർഷത്തോളമായി. പിന്നെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രശ്നത്തിലാണ് ഉള്ളത്. പക്ഷെ ഇപ്പൊ ഇതിന്റെ സപ്ലിമെന്റ് എല്ലാം എടുക്കാൻ പിന്നെ ഞാൻ ചെറുമാതിരി ജോലിയെല്ലാം ചെയ്യാൻ തുടങ്ങി. ഞാൻ അധികം ഈ വുഡ് കാർവിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതിൽ തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. നമ്മളും ഹാപ്പിയാണ് കേൾക്കുമ്പോൾ. പിന്നെ ഇന്ന് ഒരു വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മത്തിന് പോകാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അല്ലെങ്കിൽ എനിക്ക് പോയാൽ ഭയങ്കര ക്ഷീണവും കളിയെല്ലാം ഉണ്ടാവും, ഇരിക്കേണ്ടി വരും. എന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എനിക്ക്. അത് ഭയങ്കര ഹാപ്പിയാണ്. നീം ഉപയോഗിക്കുന്നുണ്ട് CMD. അതെല്ലാം ആ വെള്ളം CMD ഉപയോഗിച്ചുള്ള വെള്ളം എന്നെ എടുത്തിട്ട് പോലാണ്. നല്ല മാറ്റമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. നമുക്ക് കിട്ടിയ ഈ ഇൻഫർമേഷൻ. ആക്ച്വലി ഇവര് ബിസിനസ് വന്നിട്ട് കുറച്ച് മാസമായെങ്കിലും വരുന്ന കഴിഞ്ഞ സമയത്ത് പ്രാവശ്യം ഞാൻ കാസർഗോഡ് ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബാലസുബ്രഹ്മണ്യം സാർ എന്നെ കണ്ട് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുമ്പത്തെ ഫസ്റ്റത്തേനും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ട് പിന്നെ രണ്ടാമത്തേനും ഞാൻ 1 മാസം കഴിഞ്ഞിട്ടല്ല ഉണ്ടായത്. അതിന് പോയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഡോക്ടർ എന്നെ കണ്ട് നല്ല ഇത് അഭിപ്രായം പറഞ്ഞു. നല്ല മാറ്റമുണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അല്ല അതുപോലെ അല്ല ഇപ്പൊ കാണുമ്പോൾ എന്ന് പറഞ്ഞു. നല്ല മാറ്റമുണ്ട്, കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റമുണ്ട്. ഓക്കെ, ഇത് നമ്മളെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്ന അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട് അവരോട്. കാരണം അവർക്കും ഇതൊരു ഉപകാരമായി മാറും. അവരും പറയുന്നുണ്ട്, ഇപ്പൊ അവരും എന്നെ കണ്ട് പറഞ്ഞു നല്ല മാറ്റം ഉണ്ടല്ലോ ഇപ്പൊ കാണുമ്പോഴെന്ന് അവരും പറയുന്നുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ ഡയാലിസിസ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ ഒരു ചേച്ചിക്ക് പിന്നെ കൊളസ്ട്രോളിന് ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ഇത് കൊടുത്തിട്ടുണ്ട്, മറ്റേ റൈസ് ബ്രാൻ ഓയിൽ അവര് Okay. വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ. ആ ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. ഏറ്റവും കൂടുതൽ ഇവർ വെസ്റ്റേജ് ബിസിനസ് വന്നിട്ട് ആദ്യം ബിസിനസ് വന്ന സമയത്ത് കുക്കിംഗ് ഓയിൽ മാത്രം സ്റ്റാർട്ട് ചെയ്ത ഫാമിലിയാണ് ഇവർ. കുക്കിംഗ് ഓയിൽ ഇന്നും 2 ഓയിൽ വാങ്ങിച്ചു. തവിടെണ്ണ, നമ്മുടെ കുക്കിംഗ് ഓയിൽ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടന്? ഇല്ല സാർ, വളരെ ഹാപ്പിയാണ്. നമ്മൾ ഇതിലും ഹാപ്പി ഉണ്ടാവും, നമ്മൾ ഇതിൽ പൂർണ്ണ ആരോഗ്യവാനായിട്ടുണ്ടാവും. നമ്മൾക്ക് ചേട്ടന്റെ സന്തോഷം കാണും, നമുക്ക് അതിലും കൂടെ സന്തോഷമാണ്. കാരണം നമ്മളൊരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നു, അതിലൂടെ കുറെ ഫാമിലികളിലേക്ക് ആരോഗ്യം എത്തിക്കാൻ കൊടുക്കുക, നമ്മൾ വളരെ സന്തോഷത്തിലാണ്. ഇത് ആൾക്കാർക്ക് തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ള ഒറ്റ സങ്കടം മാത്രമേ ഉള്ളൂ. അതെ, അത് തന്നെയാണ് എനിക്കും പറയേണ്ടത്. ആൾക്കാർ ഇത് നമ്മളിങ്ങനെ പറയുമ്പോ ഒന്നാമത് ഈ വണ്ടിയുടെ മറ്റേ ഇതെല്ലാം അതുപോലുള്ള ഒരു രീതിയാണ് എല്ലാരും ഒരു ഇത് നമ്മൾ പറയുമ്പോ ഒരു വിശ്വാസം വരുന്നില്ല. അതെ, അതിലെല്ലാം സാറ് പറഞ്ഞ പോലെ ആൾക്കാർ എത്ര പൈസ കൊടുക്കാൻ തയ്യാറാണ്. അതാണ്, എന്തിനും പൈസ കൊടുക്കാൻ റെഡിയാണ്, നല്ലതിന് പൈസ കൊടുക്കാൻ ആർക്കും മടിയാണ്. നല്ലതിന് പൈസ കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. എങ്കിലും ചേട്ടന്റെ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കുറെ ആൾക്കാർ ഇതിലേക്ക് തിരിച്ചറിഞ്ഞ് വരുന്നുണ്ടാവും ചേട്ടൻ. അതെ, നമുക്ക് ആ പ്രതീക്ഷയിലിരിക്കാം. ആയിക്കോട്ടെ സാർ. താങ്ക് യു വെരി മച്ച്. നല്ലൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരുന്നു. ഞാൻ ഇവരെ പരിചയപ്പെടുന്ന സമയത്ത്, ഈ ഫാമിലി ബിസിനസ്സിൽ വരുന്ന സമയത്ത് അർച്ചനയായിരുന്നു പ്ലാൻ കേട്ടുകൊണ്ടിരുന്നത്. ലോഹിതാക്ഷൻ ചേട്ടൻ പിന്നിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബിസിനസ്സിൽ അവർക്കൊരു കൈത്താങ്ങാവുന്നുള്ള പ്രതീക്ഷയിൽ സ്റ്റാർട്ട് ചെയ്ത പറഞ്ഞു. സാധാരണ ഹസ്ബൻഡ് നെഗറ്റീവ് എല്ലാവരും പറയലല്ലേ, ഇത് ചേട്ടൻ ലോഹിതാക്ഷൻ ചേട്ടൻ പറഞ്ഞു നീ ചെയ്തോളൂ, എനിക്കത് ഉപകാരമായി മാറും എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഫസ്റ്റിലത്തെ അവർ സാധനം വാങ്ങിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 23 PV സാധനം വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർ 241 PV എത്തിയിട്ടുണ്ട് എന്ന് അവർ നേരത്തെ പറഞ്ഞല്ലോ. സാധനം പേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാർ വീട്ടിലേക്ക് വന്നു തുടങ്ങിയത്. അവരാർക്കും പേസ്റ്റ് കൊടുക്കാൻ അങ്ങോട്ട് പോയിട്ടില്ല, സോപ്പ് കൊടുക്കാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇവർ വീട്ടിലേക്ക് വന്ന് ആ സമയത്ത് ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ അവർക്ക് കസ്റ്റമറുടെ എണ്ണം കൂടി 241 PV ചെയ്യാനുള്ള അവസരമായി. ഈ മാസം അവർക്ക് 2515 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന മാസമായി മാറിയിട്ടുണ്ട്. ചിന്തിച്ച് നോക്കുക, അവരുടെ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്യാൻ പോകുന്ന ഡോക്ടർ വരെ ചോദിച്ചിട്ടുണ്ട് എന്താണ് കഴിക്കുന്നത്, നല്ല മാറ്റമുണ്ട് ആരോഗ്യത്തിൽ, ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ഡയാലിസിസ് പോലും ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ന ലെവലിലേക്ക് എത്തുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഡയാലിസിസ് ചെയ്യുന്ന സമയത്തുള്ള ആ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം അവർ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്, എത്രത്തോളം ക്ഷീണിതനാവുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ അല്ലേ? അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ കുടുംബത്തിൽ ആദ്യം ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ നമ്മൾ അന്വേഷിച്ച് നടക്കാതെ നമ്മുടെ വീട്ടിലെ പല ആൾക്കാർക്ക് പല പല പ്രോബ്ലംസ് ഉണ്ടാവും, അതിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാവും. ഇപ്പം മിനി ചേച്ചി ഇതിൽ വരുന്ന സമയത്ത് മിനി ചേച്ചിയുടെ സഹോദരിമാർ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അവർ അമ്മയുടെ മാറ്റം കണ്ടപ്പോഴാണ് സഹോദരിമാർ ഇതിലേക്ക് വന്നത്. മനസ്സിലായി? അതാണ് ഈ ബിസിനസ്. നമ്മൾ പല ആൾക്കാരും ജോയിൻ ചെയ്യുന്ന സമയത്ത് രോഗികളെ അന്വേഷിച്ച് നടക്കാം. ഷുഗറിൻ്റെ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഷുഗറിലെ ആൾക്കാർ ലിസ്റ്റ് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. നമ്മൾ പറഞ്ഞാൽ ആരും ഷുഗറിൻ്റെ സപ്ലിമെൻറ്റ് കഴിക്കില്ല. ഡോക്ടർ 10 വർഷം ഡോക്ടർ പറഞ്ഞാൽ അവർ കഴിച്ചുകൊണ്ടിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. എനിവേ ഒരാളെയും കൂടെ ഞാൻ ഇന്ന് ഇൻവൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാളെ, മുംതാസ് റെഡിയാണോ? മുംതാസ് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ അൺമ്യൂട്ടാക്കി സംസാരിക്കാം. പറഞ്ഞോളൂ മുംതാസ്. മുംതാസ് ബിസിനസ് വന്നിട്ട് ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം. വീഡിയോ ആക്കുന്നില്ല, ഫീഡിങ്ങിലാണ്. പറഞ്ഞോളൂ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്റെ പേര് മുംതാസ്. ഞാൻ വോളിയം കൂട്ടിയാണല്ലേ? മലപ്പുറം ചേളാരി എന്ന സ്ഥലത്താണ്. ഞാൻ സ്റ്റേജിൽ വന്നിട്ട് ഏകദേശം 4 മാസം കഴിഞ്ഞ് 5ാമത്തെ മാസമാണ്. ഇതിലുള്ള കാശുള്ള ഇതിന്ന് വാങ്ങിക്കുന്നുണ്ട് ഞാന്. പിന്നെ കൂടാതെ സപ്ലിമെന്റ്സ് വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് 4ാമത്തെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പീരീഡ്സ് 8 മാസത്തോളം പീരീഡ്സ് ആയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിൽ നിന്ന് സപ്ലിമെന്റ്സ്, നമ്മുടെ നോനി ക്യാപ്സ്യൂളും അതുപോലെ തന്നെ ശതാവരി മാക്സും വാങ്ങി ഉപയോഗിച്ചു. അത് 15 ദിവസം മാത്രമേ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, പിന്നെ മറന്നു പോകും.
അഥവാ ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് പോവാന്നുണ്ടെങ്കിൽ അപ്പൊ എടുക്കാനൊക്കെ മറക്കും. പക്ഷെ 15 ദിവസം കഴിഞ്ഞ് ഏകദേശം വീണ്ടും 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് പീരീഡ്സ് ആയി. യാതൊരുവിധ ബുദ്ധിമുട്ടോ വേദനയോ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ നമുക്ക് പീരീഡ്സ് ആവുമ്പോൾ 1 മാസമൊക്കെ ലൈറ്റ് ആയിട്ട് ആവാന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ട് നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതാണ്. പക്ഷെ എനിക്ക് നമ്മുടെ സപ്ലിമെന്റ്സിന്റെ ഒരു പവർ കൊണ്ട് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ തുളസി ഡ്രോപ്സ് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായിട്ട് അങ്ങനെ ഉപയോഗിച്ചിരുന്നു. ഒരു പ്രാവശ്യം ഗ്യാസിന്റെ വേദന വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള വേദന വന്ന് അപ്പൊ ഞാൻ ഇത് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ചുടുവെള്ളത്തിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ 2-3 ഡ്രോപ്സ് ഇട്ടിച്ചാണ്ട് കുടിച്ച് വിത്തിൻ സെക്കൻഡിനുള്ളിൽ തന്നെ ഏകദേശം 1 മിനിറ്റ് പോലും ആയിട്ടില്ല. ആ വേദന എവിടേക്കാ പോയത് എന്ന് അറിഞ്ഞില്ല. അതുപോലെ തന്നെ മോഷൻ നന്നായിട്ട് പോയി. അപ്പൊ അതാണ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് വന്നത്. ഫസ്റ്റ് ആയിട്ട് തുളസി ഡ്രോപ്സിലാണ് എനിക്ക് അതിന്റെ ഇത് മനസ്സിലായത്. പിന്നെയാണ് ഞാൻ സപ്ലിമെന്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയത്. ഇപ്പൊ ഞാൻ ഡെയിലി സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുളസി ഡ്രോപ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഇപ്പോ ശാരീരികമായിട്ട് എനിക്ക് ചുമയാണ് ഫസ്റ്റ് വന്നത്. ഭയങ്കരമായിട്ട് നമ്മളൊരു നെഞ്ഞൊക്കെ വേദന ആകുന്ന രീതിയിൽ, തൊണ്ടയ്ക്ക് വേദന ആകുന്ന രീതിയിലാണ് ചുമ വന്നത്. അപ്പം തുളസി ഡ്രോപ്സ് തന്നെ കുടിച്ചു. പിന്നെ പനി വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചു. ഡോക്ടർ 5 ദിവസത്തിന് മരുന്ന് എഴുതി. ഞാൻ 3 ദിവസത്തിന് മാത്രമേ വാങ്ങിയുള്ളൂ. അത് വാങ്ങി കൊണ്ടുവന്നു. പിന്നെ അത് 2 ദിവസം കണ്ടിന്യൂ ചെയ്ത് കുടിച്ചു. പിന്നെ തുളസി ഡ്രോപ്സ് ആണ് മെയിൻ ആയിട്ട് കുടിക്കുന്നത്. ആ ചുമ നല്ല മാറ്റമുണ്ട്. ഇപ്പൊക്കെ നമ്മുടെ ഈ നാട്ടിൽ ചുമ വന്നാല് പനി മാറിയാലും ചുമ അങ്ങോട്ട് മാറി കിട്ടുന്നില്ല ആർക്കും. ചുമ മാറാൻ ഭയങ്കര മാസങ്ങളോളം എടുത്ത് ചുമക്കുന്നുണ്ട് ആളുകള്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട്. പക്ഷെ എനിക്ക് അത് തുളസി ഡ്രോപ്സിന്റെ അതുകൊണ്ട് ചുമക്കെ പെട്ടെന്ന് മാറുന്നുണ്ട്. കഫം നന്നായിട്ട് തുപ്പി പോരുന്നുണ്ട്. അപ്പം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. മാക്സിമം എല്ലാവരും നമ്മൾ സപ്ലിമെന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. ഉള്ളിലേക്ക് കഴിക്കുന്നില്ലേ എന്ന് കരുതി ഒരു പേടിയും പേടിക്കേണ്ട. നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ധൈര്യമായിട്ട് തന്നെ നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. നമ്മൾ തന്നെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനും എന്റെ ഇതിനൊക്കെ പറഞ്ഞ് സപ്ലിമെന്റ്സ് ഒക്കെ കഴിച്ചതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരോടും. ആവശ്യക്കാർ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നെ മാറ്റം വരുമ്പോൾ നമുക്ക് മറ്റുള്ളവർ പറയുന്നതിനെക്കാട്ടും നല്ലത് നമ്മളിൽ സ്വയം മാറ്റം വരുമ്പോൾ മറ്റുള്ളവർക്ക് ധൈര്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു മുംതാസ്. ഞങ്ങൾ ഇന്നത്തെ സബ്ജക്റ്റ് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾ വെസ്റ്റേജ് ബിസിനസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 3 ഫാമിലി എന്തിനാണ് വെസ്റ്റേജ് ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അവർ ഇനി എന്തിനായിരിക്കും ബിസിനസ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ. എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വെസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും ഇതിനൊക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെയും കൂടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം, വിനോദ് സാറിനെ. എല്ലാവർക്കും എല്ലാ സപ്ലിമെന്റ്സിനെ കുറിച്ചും എപ്പോൾ ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ കുറച്ചും കൂടി കാര്യങ്ങൾ കേട്ടതിന് ശേഷം ലാസ്റ്റ് ഞാൻ സംസാരിക്കാം. വിനോദ് സാർ. ഗുഡ് മോർണിംഗ് ടു ഓൾ. കേൾക്കാമോ? സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, താങ്ക് യു ഷാജി സാർ. വളരെ വണ്ടർഫുൾ ആയിട്ടില്ല. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് കേൾക്കുന്നത്. കാരണം നമ്മുടെ ആ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി, ആ ഗുണം, ആ 3 ഫാമിലിയുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം. കാരണം വെച്ചാൽ അവര് ഇതിനുള്ള പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് കൃത്യമായി വാങ്ങി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ആ ഡയാലിസിസ് ചെയ്യുന്ന ആ ചേട്ടന്റെ ആ സന്തോഷം, അതാണ് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയത്. അവരുടെ ലൈഫിൽ ഇനിയും പെട്ടെന്ന് തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി അവർക്ക് നല്ല ലൈഫ് ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഈ പറയുന്ന 3 പേരോടും ഞാൻ പറയാണ്, 3 ഫാമിലിയോടും പറയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് നമ്മൾ സപ്ലിമെന്റ് കഴിക്കുന്നത്? പല ആൾക്കാരും ഇതിനകത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഗ്രൂപ്പിനകത്തൊക്കെ ഒരുപാട് മെസ്സേജുകൾ എല്ലാ ദിവസവും അയക്കാറുണ്ട് അല്ലെ? ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, തടി കൂടുതലാണ്, ചൊറിച്ചലുണ്ട്, അവിടെ വേദന പറഞ്ഞ് പല ആൾക്കാരും നമ്മുടെ ലീഡേഴ്സിനോട് അല്ലെങ്കിൽ ഗ്രൂപ്പിനകത്ത് മെസ്സേജ് ഇടാറുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിനാണ് ഇത് കഴിക്കേണ്ടത് എന്നുള്ളത് ശരിക്കും ബോധ്യമുണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം പല ആൾക്കാരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിലും വിനോദ് സാറേ, സൗണ്ട് എനിക്കോ അല്ല എല്ലാവർക്കും ഉണ്ടാ? സൗണ്ട് കേൾക്കുന്നില്ല. പ്രശ്നമുണ്ടോ? ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. സാധാരണ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാറില്ല. ഓക്കെ.
ഓക്കെ, ഒരാളും കൂടി പറയുന്നുണ്ട് കേൾക്കുന്നില്ല എന്ന്. ഓക്കെ, എനിവേ ഞാൻ സംസാരിക്കാം. എന്തിനാണ് നമ്മൾ ഇത് കഴിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. കാരണം നമ്മൾ ശരിക്കും മരുന്നാണോ കഴിക്കുന്നത് അല്ല ഫുഡാണോ കഴിക്കുന്നത്? ഇതിന്റെ ആൻസർ ആണ് ഇവിടെ കൃത്യമായിട്ട് വേണ്ടത്. ക്ലിയർ ആണോ സംസാരിക്കുന്നത്? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ മരുന്നാണോ കഴിക്കുന്നത് ഫുഡാണോ കഴിക്കുന്നത്? അതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾക്ക് മരുന്ന് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ശരിക്കും ഡോക്ടേഴ്സും ഫാർമാസ്യൂട്ടിക്കൽസുമാണ് മരുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ഡോക്ടേഴ്സും അല്ല ഫാർമാസ്യൂട്ടിക്കലും അല്ല. അതുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരിക്കലും മരുന്നല്ല. അതിന് ലൈസൻസ് വേണം, കാര്യങ്ങൾ വേണം, കുറെ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. നമ്മൾ ചെയ്യുന്നത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാതെ പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക. അവരുടെ ശരീരത്തിൽ എന്താണോ ആവശ്യം ആ ആവശ്യമുള്ള സാധനം കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരാനുള്ള, അല്ലെങ്കിൽ അവരുടെ അസുഖം മാറ്റാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഹെൽത്തിലൂടെ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രൊഡക്ട്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഈവൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സോപ്പ് മുതൽ, അല്ലെങ്കിൽ ബ്രഷ് മുതൽ, നമ്മൾ ഉപയോഗിക്കുന്ന കൃഷിയുടെ പ്രൊഡക്റ്റ് വരെ, അല്ലെങ്കിൽ കോസ്മെറ്റിക് ഐറ്റംസ് വരെ, അതിനകത്തൊന്നും ഹാംഫുൾ കെമിക്കൽ ഇല്ലാത്ത, കമ്പനി പറയുന്നത് മനുഷ്യ ശരീരത്തിനും അതുപോലെ തന്നെ പ്രകൃതിക്കും ഹാനികരമല്ലാത്ത പ്രോഡക്ട്സുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായിട്ട് നമുക്ക് ബെസ്റ്റ് ട്രസ്റ്റഡ് കമ്പനിക്കുള്ള അവാർഡും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പല പല പ്രോബ്ലംസ് ആയിട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എൻ്റെ അടുക്ക ചോദിക്കാറുണ്ട്. പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസവും ചോദിക്കാറുണ്ട്. ഞാൻ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ട് ആൻസർ കൊടുക്കാറുമുണ്ട്. അവര് പക്ഷേങ്കിൽ ഒരു റിക്വസ്റ്റ് ഉള്ളത്, അവർ വാങ്ങിച്ചിട്ട് ഇത് ഉപയോഗിച്ചോ എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞു തരണം. കാരണം അവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ അതിലുള്ള റിസൾട്ട് ഇപ്പം 3 പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് ഇവിടെ ഷെയർ ചെയ്യണം. ഒരു പക്ഷേ നമ്മൾ ഒരു അസുഖം വന്ന് ഡോക്ടറെ അടുക്ക പോയി കഴിഞ്ഞാൽ ആ അസുഖം ആ ഡോക്ടറിൽ നിന്ന് നമുക്ക് മാറിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേറെ ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ടാവും. ഒരു പക്ഷേങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ചിലപ്പോൾ ആദ്യം പോകുന്നുണ്ടാവുക. ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രം എടുത്താൽ മതി. അവിടുന്ന് നമുക്ക് ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത വലിയ ഡോക്ടറെ അടുക്ക പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടാവും. അവിടുന്ന് കുറെ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടാവും. ശരിയായില്ലെങ്കിൽ അങ്ങനെ നമ്മൾ മാറി മാറി ചെയ്യുന്നുണ്ടാവും, അല്ലെ? പക്ഷേ ഇവിടെ നമ്മളൊരു സപ്ലിമെന്റ് കഴിച്ച് അതിൻ്റെ അകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ അടുത്ത ഒരു പ്രൊഡക്റ്റ് ഒരുപക്ഷെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഒരു പ്രൊഡക്ട്സ് കുറക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് ഇന്ന പ്രൊഡക്റ്റുകളൊക്കെ ഇന്നതിന് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ അവർ റെഡി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ വാങ്ങിക്കാൻ റെഡി അല്ലാത്തത്, ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരും ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. അവരുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് ആദ്യത്തെ റിക്വസ്റ്റ്. ഇപ്പം പല ആൾക്കാരും ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ വേരിക്കോസ് വെയിൻ ഉണ്ട്. ഇതിന് ഒക്കെ കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്ന സപ്ലിമെന്റ് മരുന്നാണോ? മരുന്നല്ല. പക്ഷെ അവിടെ മാറുന്നുണ്ടോ? മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഒരു പ്രോബ്ലംസിന് കണക്കായിട്ടുള്ള, അതിനെ കറക്റ്റ് ആക്കാനുള്ള സപ്ലിമെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. വേരിക്കോസ് വെയിൻ നമ്മുടെ ബ്ലഡ് നെർവ്സിൽ കച്ചറകൾ അടിഞ്ഞുകൂടുന്നു, സർക്കുലേഷൻ നടക്കാതെ വരുന്നു, അവിടെ ബ്ലോക്ക് വരുന്നു, കാല് തൊട്ട് കഴിഞ്ഞാൽ അറിയാതെ വരുന്നു, തരിപ്പ് വരുന്നു, കുറച്ച് കഴിയുമ്പോൾ ബ്ലാക്ക് കളർ ആവുന്നു, കുറച്ച് കഴിയുമ്പോൾ ചൊറിഞ്ഞു പൊട്ടുന്നു, പിന്നെ അത് വ്രണമായിട്ട് മാറുന്നു, വിരല് മുറിക്കുന്നു, കാല് മുറിക്കുന്നു. ഇങ്ങനെയുള്ള പല കേസുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മളിവിടെ ഫ്ലാക്സ് ഓയിൽ, ഗാനോഡോർമ, കുർക്കുമിൻ ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ, അതുപോലെ തന്നെ ഫുഡ് പാച്ച്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ അസുഖങ്ങൾ മെല്ലെ 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 ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇത് നമുക്ക് എത്ര നാള് കഴിക്കേണ്ടി വരും, എത്ര ദിവസം കഴിക്കേണ്ടി വരും? നമ്മൾ എല്ലാ ദിവസവും ചായയും പലഹാരങ്ങളും കഴിക്കാറുണ്ട്, എല്ലാ ദിവസവും ഉച്ചക്ക് ഊണ് കഴിക്കാറുണ്ട്, എല്ലാ ദിവസവും രാത്രിയിലും വൈകുന്നേരത്തും ഒക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. ആ ഭക്ഷണം നമുക്ക് എപ്പോഴാണ് നിർത്തേണ്ടി വരിക? നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? കാരണം ആ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ്, ഈ പ്രോട്ടീൻസ് ആയാലും മിനറൽസ് ആയാലും വൈറ്റമിൻസ് ആയാലും കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ഈ അസുഖങ്ങൾ വരുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. അത് നമ്മൾ ആ ഭക്ഷണം നമ്മൾ എത്ര നാൾ കഴിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഭക്ഷണമായിട്ട് നമ്മൾ ഇതിനെ കാണണം. നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ആവുന്നതിനനുസരിച്ച് അതിന്റെ ഡോസേജ് കുറക്കാം, അതിന്റെ എണ്ണം കുറക്കാം, എല്ലാ ദിവസവും കഴിക്കുന്നത് കുറക്കാം. അങ്ങനെ നമുക്ക് കുറച്ചുകൊണ്ട് വരാം.
നമ്മൾ ഭക്ഷണം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലംസ് ഇനിയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ശരിക്കും പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ആണ്. നമ്മളെല്ലാവരും പൈസയൊക്കെ സമ്പാദിക്കുന്നവരുണ്ടാവും, ഇവിടെ കുറെ പേര് ബാങ്കിൽ നിക്ഷേപിക്കുന്നവരുണ്ടാവും, ചിട്ടിയിൽ കൂടുന്നവരുണ്ടാവും. എന്തിനാണ്? നാളത്തേക്കുള്ള ഒരു പൈസയുടെ സമ്പാദ്യം. അതേപോലെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യാറുള്ളത്? ചിന്തിച്ചിട്ടുണ്ടോ? റേഷൻ അരി കിട്ടുന്ന റേഷൻ അരിയും 100 രൂപ കിട്ടുന്ന ഒരു മീനോ ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷെ നമ്മൾ കഴിക്കുന്നുണ്ടാവും. എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല, പല ആൾക്കാരും അങ്ങനെയുള്ളവരുണ്ടാവാം. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾക്ക് ചിന്തിച്ചാൽ മതി, നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ നിന്ന് എന്താണ് നമുക്ക് പ്രോട്ടീൻസ് ആയാലും മിനറൽസ് ആയാലും വൈറ്റമിൻസ് ആയാലും നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമ്പാദിക്കുന്നത് പോലെ തന്നെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും കുറച്ച് പൈസ ചെലവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും റെഡിയാവണം. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിന് വേണ്ടിയിട്ടുള്ള 1-2 പ്രൊഡക്ട്സുകൾ, നമ്മുടെ ഹാർട്ടിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഏജ് ഒരു 10-40 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന പ്രോഡക്ട്സുകൾ, നമ്മുടെ എല്ലുകളുടെ ബലത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സുകൾ, വൈറ്റമിൻസ്, മിനറൽസ്, CMD എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളും എല്ലാ ദിവസവും കുടിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് CMD, കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്. അതുപോലെ തന്നെ തുളസി ഡ്രോപ്സ്. CMD ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഡോക്ടർ ഉണ്ട് എന്ന് വേണ്ടിക്ക് പറയാം. എത്ര റിസൾട്ടുകളാണെന്നറിയാം ഈ ഒരു തുളസി ഡ്രോപ്സിനോട് ഉള്ളത്. എൻ്റെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്, എല്ലാ മാസവും 2 ദിവസം ലീവാണ്. കാരണം മെൻസസ് പീരീഡിൽ വയറുവേദന, പോകാൻ പറ്റില്ല. പക്ഷെ എന്ന് തൊട്ട് അവര് തുളസി ഡ്രോപ്സ് യൂസ് ചെയ്തോ അന്ന് തൊട്ട് അവര് എല്ലാ മാസവും ഒരു ലീവില്ലാതെ ഇന്ന് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഒരു റിസൾട്ട് മാത്രമാണ്, നിരവധി റിസൾട്ടുകൾ. ഇപ്പൊ ഇവിടെ പറഞ്ഞ 3 പേര് പറഞ്ഞിട്ടുള്ള റിസൾട്ടിൽ എനിക്കും ഒരു ഭാഗമാവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം അവർക്ക് വേണ്ടുന്ന പ്രൊഡക്റ്റ് എനിക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അത് അവർ ഉപയോഗിച്ചപ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി കുടുംബങ്ങളിലേക്ക് നമുക്ക് ആരോഗ്യവും അതിലൂടെ അവർ ഇപ്പൊ പറഞ്ഞിട്ടുള്ള എമൗണ്ട് ഒക്കെ വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിലും നാളെ വരും നാളുകളിൽ അവർക്ക് ലക്ഷങ്ങളും ആയിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു ഫാമിലി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ. നമ്മളൊരു വഴികാട്ടി മാത്രമാണ്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഒരു വഴികാട്ടിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുവോ അവരൊക്കെ ഒരു വഴികാട്ടിയായിട്ട് നിൽക്കാൻ ശ്രമിക്കുവാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരുപാട് വെളിച്ചം പകരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏത് പ്രൊഡക്റ്റ് കഴിഞ്ഞാലും, നമ്മൾ സോപ്പ് എടുത്തു കഴിഞ്ഞാൽ ശരി, ഒരു പേസ്റ്റ് എടുത്താൽ പോലും നമുക്ക് അതിനകത്ത് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരിക്കുന്ന ഒരാളുണ്ട്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്, ഒരു CEO അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. മൗത്ത് അൾസർ ഉണ്ടായിരുന്നു, ഒരു ഗാനോ പേസ്റ്റ് വാങ്ങിച്ചു പോയി. നെക്സ്റ്റ് വീക്ക് വന്നപ്പോൾ അത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് മാറി. അവർ ജോയിൻ ചെയ്തു, നല്ല രീതിയിൽ 100 PVയുടെ പ്രൊഡക്റ്റുകൾ എടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് 200 PVക്ക് മുകളിൽ എടുത്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവർ ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇതിൻ്റെ അത്. അവർക്ക് ഉണ്ടാവുന്ന ആ മൗത്ത് അൾസറിന്റെ റിസൾട്ടാണ്, ഒരു ഗാനോ പേസ്റ്റിലൂടെ മാത്രം കിട്ടിയ റിസൾട്ടാണ് അവരിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് പല വ്യക്തികൾക്കും നമുക്ക് ഈ ഒരു പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട്, കാരണം നമ്മൾ പല ആൾക്കാരോട് പറയുന്നുണ്ടാവും, പല ആൾക്കാർ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാവും, പല ആൾക്കാർ ഉപേക്ഷിക്കുന്നുണ്ടാവും. പക്ഷെ ആരാണോ ഇതിനെ സ്വീകരിക്കാൻ റെഡിയായി കഴിഞ്ഞാൽ അവരിലേക്ക് നമുക്ക് ശരിക്കും ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അവരത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ ഒരു റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവര് നാളെ വലിയൊരു റിച്ച് ആൻഡ് ഫേമസ് ആയിട്ടുള്ള ഫാമിലി ആയിട്ട് മാറുന്നുണ്ടാവും. അതുപോലെ തന്നെ നല്ല ആരോഗ്യവാനായിട്ടുള്ള ഫാമിലി ആയിട്ട് മാറുന്നുണ്ടാവും. അതിന് എല്ലാവർക്കും സാധിക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലും അല്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഷാജി സാർ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു ഓൾ, വിഷ് യു വെൽ. താങ്ക് യു വിനോദ് സാർ. ഇന്നത്തെ ദിവസം നമുക്ക് കുറേ കാര്യങ്ങൾ പ്രൊഡക്റ്റിൻ്റെ എക്സ്പീരിയൻസ് അറിഞ്ഞു. ഇന്നലെ നമ്മൾ കുറച്ച് ബിസിനസ്സിൻ്റെ എക്സ്പീരിയൻസ് അറിഞ്ഞു. അപ്പോൾ ഈ 2 കാര്യങ്ങളും കേട്ടപ്പോൾ ഇന്നലത്തെ സെയിം ഇന്ന് വച്ചത് അതുകൊണ്ടാണ് നമ്മൾക്ക് ഏകദേശം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമല്ലേ ഈ ബിസിനസ് ചെയ്യുന്നതിൽ നമുക്ക് കുഴപ്പമില്ല എന്നുള്ളത്. ഇനി എന്തിനാണ് ചെയ്യുന്നുള്ള കാര്യം അവിടെ ചോദ്യം ഉണ്ടല്ലേ. ഞാൻ എന്തിനാണ് വെസ്റ്റേജ് ചെയ്യുന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഒന്ന് കൂടെ ചേർത്ത് പറയാണ്. ഞാൻ ഒരു ബിസിനസ് ചെയ്ത ആളാണ്, അതിൽ നല്ലൊരു നഷ്ടം വന്ന വ്യക്തിയാണ്. ആ നഷ്ടം നികത്താൻ ഒരു ജോലി ചെയ്താലോ ഒരു ബിസിനസ് ചെയ്താലോ എനിക്കത് നികത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. എന്തിനാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുള്ളത് എനിക്ക് അവിടെ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുവാൻ. അല്ല, നിങ്ങളും ചിന്തിക്കേണ്ടത് ഈ ബിസിനസ് എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്. സാധാരണ ലെവലിൽ ഒരു വ്യക്തി ജോലി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നോർമലായിട്ടുള്ള ഒരു ലൈഫ് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ.
ആ ലൈഫ് വെച്ച് അവരുടെ ജനറേഷനും ആ കുട്ടികളുടെ ജനറേഷനും സേഫ് ആക്കി എടുക്കാൻ സാധിക്കുമെന്ന് ഒരിക്കലും സാധിക്കില്ല. ഒരു ജോലിയും സാധിക്കില്ല. നമ്മൾ ചെയ്യുന്ന ശമ്പളം, നമ്മളുടെ വരുമാനം ഒരിക്കലും നമ്മുടെ മക്കളിലേക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി അത് വൈഫിനോ അല്ലെങ്കിൽ മക്കൾക്കോ ഒന്നും ചെയ്യാനോ സാധിക്കില്ല. പക്ഷേ ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത, ഈ ഒരു ബിസിനസ് മാത്രമേ ആ പ്രത്യേകതയുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യം, വേറെ ഒന്നിലും കിട്ടാത്തൊരു കാര്യം. അപ്പം ഈ തിരിച്ചറിവ് നമ്മളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ള സൊല്യൂഷൻ നമ്മളിലേക്ക് വന്നോളും, ഓട്ടോമാറ്റിക് വന്നോളും. അപ്പോൾ നമ്മൾ അതിന് ആ തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടി, ഇന്ന് പല ആൾക്കാരുടെ പ്രശ്നം എന്താണ്, നമ്മൾ ഒരാളോട് പറയുമ്പം അവിടെ നെഗറ്റീവ് കേൾക്കുമ്പോൾ തീരുമാനം മാറ്റുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. പിന്നെ ഇതിൽ കേൾക്കുന്ന സമയത്ത് ഈ ബിസിനസ്സിനെ കേട്ട് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു പല ഷുഗറിൻ്റെ പ്രശ്നം ഇത് കണ്ട സമയത്ത് നിങ്ങൾ നേരെ പോകുന്നത് നമ്മളുടെ അയൽവക്കത്തുള്ള ആൾക്കാരുടെ രോഗികൾ അന്വേഷിച്ച് നടക്കുന്ന ലെവലിലേക്ക് കൂടുതൽ ആൾക്കാർ പോകുന്നുണ്ടോ, അവർ വാങ്ങിക്കുന്നില്ല സാറേ, വില കൂടുതലാണെന്നാ പറഞ്ഞു സാറേ എന്ന് പറഞ്ഞിട്ട് ഒഴിവാകുന്ന പല ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് വില കൂടുതലാണോ എന്ന് നിങ്ങൾക്ക് ഉപയോഗിച്ച ആൾക്കാർക്കേ അറിയുള്ളൂ വില കൂടുതലല്ല എന്നുള്ളത്. അപ്പം നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും ആ സന്തോഷം മാത്രമാണ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഞാൻ എന്തിനാണ് വെസ്റ്റീജ് ചെയ്യുന്നത്, അത് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഭാഗങ്ങൾ നമുക്ക് വന്നോളും. അത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ചെയ്യാനുള്ള ഓരോരോ ഭാഗങ്ങൾ കിട്ടുന്നുണ്ടാവും. അതും എങ്ങനെ ചെയ്യാമെന്നുള്ളത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ എന്തിനു ചെയ്യുന്നുള്ള ആ ഒരൊറ്റ ഭാഗം ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ പല ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ മനസ്സിലായിട്ടുണ്ടാവും. നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് മനസ്സിലായി. അതോടൊപ്പം തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാനം നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അത് എത്ര ജനറേഷൻ വരെ സേഫ് ആക്കിയെടുക്കാൻ ചെയ്യുന്ന വരുമാനം, പാസീവ് ഇൻകം, നമ്മൾ ജോലി ചെയ്യുമ്പോഴുള്ള വരുമാനമല്ല, നമ്മൾ മാറി നിൽക്കുമ്പോൾ, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നതിലേക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ടാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയ കാര്യം. ഇന്ന് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ, നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേക്കാതെ എത്ര ആൾക്കാരെന്ന് ആലോചിച്ചൊക്കെ അല്ലേ, എന്തൊക്കെ പ്രതീക്ഷയിലുണ്ടാവും. കഴിഞ്ഞ ആഴ്ച വിനോദ് സാറിൻ്റെ അയൽവക്കത്തൊരാൾ, അയാൾ ഒരു ആക്സിഡൻറ്റ് പറ്റി, ആ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു, ഒരുപാട് പൈസ ചിലവാക്കി ആക്സിഡൻറ്റ് രക്ഷപ്പെട്ടു. ഒന്ന് പുറത്തേക്ക് പോയി ഒന്ന് കാറ്റ് കൊണ്ടിട്ട് വരാമെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് പുറത്ത് പോയ ആൾ ബസ് തട്ടി മരിച്ചുപോയി. ആലോചിച്ച് നോക്കുക, 1.5 വർഷം ട്രീറ്റ്മെൻറ്റിൽ കഴിഞ്ഞ് എഴുന്നേറ്റ് നടന്ന് ഒന്ന് പുറത്ത് പോയതാണ്. എന്തിനാ പോയെന്നല്ലോ, ലോട്ടറി എടുക്കാൻ വേണ്ടി. ആ ലോട്ടറി എടുത്ത് തിരിഞ്ഞ് നടക്കുമ്പോൾ വണ്ടി വന്നിടിച്ച് ആൾ തീർന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വിധി അത്രയേ ഉള്ളൂ, ആക്സിഡൻറ്റിലൂടെ മരിക്കുക എന്നുള്ളതായിരുന്നു. ആ ഫാമിലി അവിടെ ബുദ്ധിമുട്ടായി മാറി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 1, 2, 3 വർഷം ഈ ബിസിനസ്സിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ, മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ വെസ്റ്റീജ് ചെന്ന് ചേരുവാണെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങളുടെ ജനറേഷനെ സേഫ് ആക്കുന്ന ഒരു ബിസിനസ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ടോ. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വരണം. ആ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിത് ചെയ്യുള്ളൂ. 100% അത് പറയാം. ഈ തിരിച്ചറിവ് വരണമെങ്കിൽ നിങ്ങൾ നിരന്തരം ഈ ഒരു ബിസിനസ് വഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യും, ഇതിലുള്ള ആൾക്കാർ ലീഡർമാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും ഈ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇതിന് പഠിക്കാനും അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാക്കിയെടുക്കാനും അതിന് സമയം കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോൾ വിനോദ് സാർ എന്ന വ്യക്തിക്ക് വെൽനെസ്സിനെ കുറിച്ച് ട്രെയിനിങ് എടുത്ത് അറ്റൻഡ് ചെയ്ത് പഠിച്ച, കോളേജിൽ പോയി പഠിച്ച ആളല്ല അദ്ദേഹം. ഇതിൽ വന്ന് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പഠിച്ച വ്യക്തിയാണ്, ഡോക്ടറേറ്റ് എടുത്ത ആളല്ല അദ്ദേഹം, ട്രെയിനർ വേറെ പോയി ട്രെയിനിങ് എടുത്ത ആളല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ബാലസുബ്രഹ്മണ്യ സാറുണ്ട്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിലൂടെ പഠിച്ചെടുത്ത ആളാണ്. ഇതുപോലെ ഓരോ ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അറിവുകൾ ഷെയർ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് അറിവ് എടുത്തുകൊണ്ട് പഠിച്ച വ്യക്തികളാണ്. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് തിരിച്ചറിയാതെ, മനസ്സിലാക്കാതെ, ഒരു നോളജും ഇല്ലാതെ 1-2 പ്രാവശ്യം ചെയ്തു നോക്കി, പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യം വാങ്ങിച്ച് ഉപയോഗിച്ചു, പിന്നെ നിർത്തിപ്പോയതിന് ശേഷം ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോൾ ആരെങ്കിലും വെസ്റ്റീജിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ വെസ്റ്റീജ് ചെയ്തപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരെ നിങ്ങൾ കൂടുതൽ കാണുന്നുണ്ടാവും. ശരിയല്ലേ? ഇങ്ങനെയുള്ള പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്ന സെഷൻ ആലോചിച്ച് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിണറായി വിജയൻ ആ ഒരു ഉദ്ഘാടനം ചെയ്ത പ്രോഗ്രാം നമ്മുടെ കമ്പനിയെ അംഗീകരിച്ചുകൊണ്ടുള്ള, ഇന്ന് വെസ്റ്റീജ് എന്ന കമ്പനിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ വെസ്റ്റീജ് കമ്പനി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഗ്യാരണ്ടിയോടുകൂടി സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ധൈര്യമായിട്ട് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒറ്റ കാര്യം, ഈ ഒരു ബിസിനസ്സിനെ നിങ്ങളുടെ ജീവനായി എടുത്തുകൊണ്ട് മാക്സിമം സമയം ഇതിലേക്ക് ഇൻവോൾവ് ആക്കിക്കൊണ്ട്
ഇതിനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക, ഇതിൻ്റെ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളിലുള്ള എക്സൈറ്റ്മെൻറ്റ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ. എക്സൈറ്റ്മെൻറ്റ്, ആ എക്സൈറ്റ്മെൻറ്റ് എന്തുകൊണ്ടില്ല, പല ആൾക്കാരോട് പറഞ്ഞു, ഒരാളോട് പറഞ്ഞു, ഒരു കൂട്ടുകാരനോട് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കില്ല, എൻ്റെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോയിട്ടോ. നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയക്കുമ്പോൾ പോലും എനിക്കാണ് വരുന്നത് പല ആൾക്കാരും. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇത് എന്തിനാണ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുമാത്രമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഫാമിലികളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട്, സുഹൃത്തുക്കളെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആക്കി വെക്കുക, ഒരു ലെവൽ എത്തിക്കുക, ചെറിയൊരു വരുമാനത്തിൽ എത്തിച്ച് വെച്ചതിന് ശേഷം നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാർ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ആൾക്കാരും നിങ്ങൾ അന്വേഷിച്ച് വരുന്ന ലെവലിലേക്ക് പോകുന്നുണ്ടോ. ഇന്ന് കുറേ ആൾക്കാർ എനിക്ക് ഇന്നലെ ഞാൻ സെഷൻ ചെയ്ത സമയത്ത് എനിക്ക് ഇന്ന് ഒരുപാട് ആൾക്കാർ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സാർ ഇന്നലെ പറഞ്ഞ കാര്യം ആ ഒരു ഈ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കുറേ സംശയങ്ങളായിട്ട് നമ്മൾ കുറേ ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അത് കുറേ ആൾക്കാർക്ക് ഞാനത് ചെയ്തു കൊടുത്തിട്ടില്ല. അവരെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇന്നലത്തെ സെഷൻ കേട്ടതിന് ശേഷം ആരോടെങ്കിലും നിങ്ങൾ പരസ്പരം അപ്ലൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു ടീം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇതിനുള്ള ഏറ്റവും ഈസി ആയിട്ട് ഇന്ന് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ആ ഒരു ആഡ് കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ. ഇന്ന് ഒരുപാട് ആൾക്കാർ ചെയ്തു തുടങ്ങി, കുറേ ആൾക്കാർക്ക് റിസൾട്ട് വന്നു തുടങ്ങി. അത് എന്നാൽ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഇനി നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലയൻസിനോട് പറഞ്ഞ് അവർ നിങ്ങളതിന് സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ടാവും. പക്ഷേ ചെയ്യുന്ന രീതികളും കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ, പെർഫെക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അത് റിസൾട്ട് വരണമെങ്കിൽ നിങ്ങളതിൽ ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതിൻ്റെ പരസ്യം കൊടുത്തു, ആ ഗ്രൂപ്പിൽ കുറേ ആൾക്കാർ വന്ന് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും കറങ്ങി നടന്ന് പല കാര്യങ്ങൾക്ക് തിരക്കായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കുറേ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഉള്ള ഗ്രൂപ്പിൻ്റെ ലിങ്ക് എടുത്ത് അതിനകത്ത് ഷെയർ ചെയ്യും, ഒരു റെക്കോർഡഡ് വോയിസ് മെസ്സേജ് അങ്ങ് ഷെയർ ചെയ്തിട്ട് പോക്കുമോ. ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്ന വ്യക്തി, അതിൽ വന്നിരിക്കുന്ന പല ആൾക്കാരും എന്താ ചെയ്യുന്നത്, ഇത് ആ സ്ത്രീ അല്ലെങ്കിൽ ആ ചങ്ങായി ഇത് സ്ഥിരമായിട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നുള്ള ചിന്തയിലേക്ക് പോകുന്നുണ്ടോ. ഞാനിത് പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യം. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ റിസൾട്ട് ഇല്ല എങ്കിൽ ആ രീതിക്ക് ഒരു മാറ്റം വരുത്താനെങ്കിലും നമ്മൾ ശ്രമിച്ചു നോക്കണം. അല്ല, നിങ്ങളിപ്പോൾ ഒരാൾക്കാർ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടി അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട് അതിലെന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ, എനിക്കൊരു റിസൾട്ട് ഇല്ല, അതിലൊരാൾ പോലും മെസ്സേജ് നോക്കുന്നില്ല, വായിക്കുന്നില്ല, അത് റിപ്ലൈ തരുന്നില്ല, അതിനെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും നോക്കണം നമ്മൾ. അല്ലേ, പല ആൾക്കാർ പറയുന്നത് ഞാൻ 250 രൂപ കൊടുത്ത് പരസ്യം കൊടുത്തിട്ട് ഒരാൾ പോലും എൻ്റെ മെസ്സേജ് നോക്കിയിട്ടില്ല സാറേ, 250 രൂപ പോയി, അയാൾ പറഞ്ഞതുകൊണ്ടാണ് 250 പോയി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ. അതിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളത് പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. പ്രോപ്പറായി ഇരുന്ന് വർക്ക് ചെയ്യാൻ ശ്രമിക്കും. ഒരു ദിവസം അതിനോട് മാറ്റി വെച്ചുകൊണ്ട് അതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് സംസാരിക്കുകയോ ചെയ്തിട്ട് അവർക്ക് ബിസിനസ് ആവശ്യമില്ലെങ്കിൽ അവർ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വീണ്ടും അടുത്ത മാസം അതേ രീതിയിൽ വർക്ക് ചെയ്ത് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ. റിസൾട്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് നമ്മളായിട്ട് സംസാരിച്ചുകൊണ്ട് വീണ്ടും അതിനെ ഒന്ന് വർക്ക് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, പല ആൾക്കാർ ചെയ്തു തുടങ്ങുന്നുണ്ട്, പല ആൾക്കാർ എൻ്റെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഒരുപാട് ആൾക്കാർ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ ഇന്നലെ സുഷിത മാഡം പറഞ്ഞ 90 ദിവസം കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ടീം അവിടെ സ്റ്റാർട്ടായിട്ടുണ്ടാവും. അതിനുശേഷം ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു. ഇന്ന് ഉദ്ദേശിച്ചത് അതൊരു കാര്യമായിരുന്നു, നമ്മൾ എങ്ങനെയാണ് നമുക്ക് ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളത്. ഇപ്പം ഒരു എക്സാമ്പിൾ രാജുചേട്ടൻ്റെ കാര്യം പറയാം. രാജുചേട്ടൻ ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പരസ്യം കൊടുത്തു, ഒരു 2-3 ആൾക്കാർ അതിൽ ജോയിൻ ചെയ്തു. അയാൾ ജോയിൻ ചെയ്ത് ഒരു 100 PBയുടെ സാധനം പർച്ചേസ് ചെയ്തു. ഈ സെയിം പ്രോബ്ലം അദ്ദേഹത്തിന് വരുന്നുണ്ടാവില്ല അല്ലേ. രാജുചേട്ടൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മളെ സപ്പോർട്ട് കൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു പരസ്യം കൊടുത്തപ്പോൾ ഒരു 3-4-5 ആൾക്കാർ ജോയിൻ ആക്കാൻ സാധിച്ചിട്ടുണ്ടോ. പക്ഷേ ആ ഒരു 4 പേര് ജോയിൻ ചെയ്തുകൊണ്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ ഉടനെ തന്നെ ചെയ്യേണ്ടത് അദ്ദേഹത്തിനൊരു ടീം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ഇതേപോലെ ഒരു ഗ്രൂപ്പ് ക്രിയേഷൻ ചെയ്ത് കൊടുത്തുകൊണ്ട് ആ കൂടെ വന്നിരിക്കുന്ന വ്യക്തിയെ ഇതിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കണം. പിടിച്ചു നിർത്താൻ ശ്രമിച്ചാൽ അദ്ദേഹം ആ ടീമിലുണ്ടാവും. ഇന്ന് പല ആൾക്കാർക്കും പറ്റുന്ന പ്രശ്നം എന്ന് പറയും, ഒരു നല്ലൊരാൾ സീരിയസ് ആയ ഒരു വ്യക്തി ജോയിൻ ചെയ്യുന്നുണ്ടാവും, ഐഡിയ എടുക്കുന്നുണ്ടാവും, അദ്ദേഹം സ്ഥിരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ ജോയിൻ ചെയ്യിച്ച ആ വ്യക്തി 3 ആഴ്ചത്തേക്ക് ബിസിയാണ്. ആ ഈ ബിസിനസ്സിലേ അവരുണ്ടാവില്ല. ഈ വന്ന ആൾക്കാർ സീരിയസ് ആയി നിന്ന് വർക്ക് ചെയ്ത് അദ്ദേഹത്തിന് റിസൾട്ട് കളഞ്ഞ് അദ്ദേഹം കളഞ്ഞിട്ട് പോയ സമയത്ത് ഇവർ വീണ്ടും തിരിച്ച് ഇതിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ
ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും റിസൾട്ട് ഇല്ലാതെ വർക്കിലേക്കാണ് പല ആൾക്കാരും പോകുന്നത്. നമ്മളൊരു കാര്യം ഒരു എന്താ പറയുക ഒരു മിഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, അതാണ് ഞങ്ങൾ പറഞ്ഞ 90 days മിഷൻ. അത് 90 days ആ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ 90 ദിവസവും മാറി നിൽക്കാതെ ഇതിൽ വർക്ക് ചെയ്തേക്കണം. നിങ്ങൾ വേറൊരു കാര്യത്തിനും പോവാതെ വർക്ക് ചെയ്തേക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഒരു കാരണവശാലും പരാജയം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ 10 മിനിറ്റ് ഞങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചായിരിക്കും ഈ സെഷനെ കുറിച്ചായാലും നമുക്ക് ഒരു ഇൻട്രഡക്ഷൻ ചെയ്യാൻ പറ്റും. ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് നിർത്താതെ വർക്ക് ചെയ്യുക, കണ്ടിന്യൂ വർക്ക് ചെയ്ത് പോകാം. കണ്ടിന്യൂ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് 100% വിജയിക്കാൻ സാധിക്കും. ഇതിൽ പല ആൾക്കാരൊന്ന് ചിന്തിച്ച് നോക്കുക, ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? നിങ്ങൾക്കൊരു ടീം വരുന്ന സമയത്ത് നിങ്ങൾ മാറി നിന്നിട്ടുണ്ടോ? നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ടീമില്ലാത്ത അവസ്ഥ വരുന്നുണ്ടോ? ഈ ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? പല ആൾക്കാർക്ക് ടീം വരുന്ന സമയത്ത് പല ആൾക്കാർ മാറിയിരിക്കും, അവർ തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും പുതിയ ടീമിനെ കൊണ്ടുവരാൻ ശ്രമിക്കും. ഈ ഒരു എന്താ പറയുക ലൈസൻസ് ഇല്ലാതൊരു വർക്ക്, ആ ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ ലൈസൻസ് ഇല്ലാതെ ഒരു ബിസിനസ്സായി മാറുന്നുണ്ടാവും. നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡായ ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡായി ബിസിനസ് ചെയ്തു നോക്കും, അത് കറക്റ്റായി റിസൾട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഇന്നിപ്പോൾ ഏകദേശം 1 മണിക്കൂർ സമയം നമ്മൾ ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നിങ്ങളുടെ കുറച്ച് ആൾക്കാരുടെ ഈ ഒരു ഇന്നും ഇന്നലെയും ചെയ്ത സെഷനിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ഒന്ന് ചോദിക്കുവാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അൺമ്യൂട്ട് ആക്കാൻ പറ്റും. അല്ല, ചോദിക്കാതിരുന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്. നാളെ തൊട്ട് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന പ്രതീക്ഷയാണ് ഞാൻ ഉണ്ടാവുക. ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ കുറേ ആൾക്കാർക്ക് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെതായ ഐഡിയ പറയാതിരിക്കുന്നത്. നിങ്ങളുടെ പ്രോബ്ലംസിലൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ആരെങ്കിലും ഒരാൾ 2-3 ആൾക്കാർ എന്നോടൊക്കെ ചോദിക്കാവോ? സാർ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ, രാജേഷ് സാറേ? സാറേ ഞാനും ഇതില് പിന്നെ ഐഡിയ എടുത്തിട്ട് 1 മാസത്തോളം, 1 മാസവും 10 ദിവസവും ആവുന്നുള്ളൂ. അപ്പൊ എന്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പറയുവാണ്. അതായത് എന്റെ കാലിന് നീരുണ്ടായിരുന്നു, മുട്ടിന് മറുപടി നീരുണ്ടായിരുന്നു, മുട്ടിന് തട്ട് പോച്ചില്ല, കാലിന്റെ വെള്ളയ്ക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വിനോദ് സാറിട്ട ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കി. അത് കണ്ടിട്ട് ഞാൻ തനിയെ പോയി ഒരു പിന്നെ വൈറ്റമിൻ ഡി മാത്രം മേടിച്ചു. പിന്നെ എന്റെ കാലിന്റെ നീര് പോയി, പിന്നെ ആ പ്രയാസങ്ങളെല്ലാം പോയി, കാലിന്റെ വെള്ളയ്ക്ക് ആ വേദന പോയി. അത് നല്ല സുഖമായിട്ട് എനിക്ക് നടക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ നേരത്തെ ആദ്യമൊക്കെ ഇൻഷർട്ട് ചെയ്ത് നടക്കുമായിരുന്നു. പിന്നെ എനിക്ക് ഇച്ചിരി വയറ് ചാടിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇൻഷർട്ട് ചെയ്യാതെ നടക്കുന്നു. ഈ പ്രോഡക്റ്റ് കഴിച്ചിട്ട് ഇത് മാത്രം കഴിച്ചപ്പോഴത്തേക്ക് എന്റെ ശരീരം ഒരു അടിപൊളി ലുക്കിലായി. ഇപ്പൊ ഞാൻ ഇൻഷർട്ട് ചെയ്താണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്റെ വൈഫിന്റെ പിന്നെ ചേട്ടന്റെ ഭാര്യക്ക് കാലുവേദനയും മുട്ടുവേദന എല്ലാം ആയി. പുള്ളിക്കാർക്ക് നടക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ആയുർവേദം കഴിക്കുന്നുണ്ട്, എല്ലാം കഴിക്കുന്നുണ്ട്, എന്നിട്ടും നടക്കാൻ പറ്റുന്നില്ല നല്ലോണം. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇതുപോലെ പിന്നെ എനിക്ക് ഒട്ടും നടക്കാൻ വയ്യ, എനിക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ച് തരാമോ? ഇപ്പോഴാണ് ഈ പ്രോഡക്റ്റ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്. അപ്പം പറഞ്ഞു അതായാലും ഒന്ന് കൊണ്ട് താന്ന് പറഞ്ഞു. അപ്പം അതിന് തലേന്ന് പിന്നെ അദ്ദേഹത്തിന്റെ മോള് വന്നിട്ട് കുറച്ച് പിന്നെ മെഡിസിനൊക്കെ മേടിച്ചു കൊടുത്തു. അത് കഴിക്കുക, തല എണ്ണ ഇട്ടാൽ മതി, അങ്ങനെ ഇട്ടാൽ മതി, ഇങ്ങനെ ഇട്ടാൽ മതി പറഞ്ഞു. അപ്പോഴ് ഞാനത് ഇവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് അവരുടെ മോൾ അവിടെ വന്നു, മോനും വന്നു. ഇവർ രണ്ടുപേരും നെഗറ്റീവ് പറഞ്ഞു. അത് ശരിയല്ലമ്മേ, അങ്ങനല്ല, ഇങ്ങനല്ല പറഞ്ഞ് അവരെ പറഞ്ഞു മാറ്റാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് കഴിക്കൂ, ഇത് മാറും. അപ്പം പറഞ്ഞു ശരി, പിന്നെ രാജു കൊണ്ടുവന്ന എന്തുവരും ഞാൻ കഴിക്കാൻ തയ്യാറാ, മറ്റേ അവിടെ മാറ്റി വെച്ചേക്കാം. ഞാൻ ഇപ്പം 2 ദിവസമായി. ഇപ്പൊ ഞാൻ പിന്നെ അതിന്റെ അടുത്ത ദിവസം രാവിലെ അവിടെ ചെന്ന് ചോദിച്ചു എങ്ങനെ ഉണ്ട്, കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോഴും വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇപ്പൊ നല്ല കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 2-3 പ്രോഡക്റ്റ് കൊടുത്തുള്ളൂ. ഇനി പിന്നെ ബാക്കി പ്രോഡക്റ്റ് കിട്ടാനില്ല. അതാണ് എൻ്റെ ഒരു അനുഭവം. ഇത്രേ ഉള്ളൂ സാർ. താങ്ക് യു രാജ് ചേട്ടാ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം തരുമോ? രാജ് ചേട്ടൻ ആ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് 2-ാമത്തെ ദിവസം പോയി ചോദിച്ചു എങ്ങനെയുണ്ട്, ചോദിച്ചില്ലേ? അല്ല, അതാണ് ഏറ്റവും അതിലെ മെയിൻ ഘടകം. ഇന്ന് പല ആൾക്കാർ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പ്രൊഡക്റ്റ് കൊടുത്തതിന് ശേഷം അഥവാ നിങ്ങൾ കൊടുത്ത വ്യക്തി ഒരു മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാണ്, ദൈവമേ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അയാൾക്കൊന്ന് പറ്റിപ്പോയെന്നുള്ള പേടി നിങ്ങൾക്ക് ഉണ്ടാവുക. ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. നമ്മളെ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ ആർക്കും ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ആർക്കെങ്കിലും പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ പോയി അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിശ്വാസം അവർക്കുണ്ടാവുക. 100% ആ വ്യക്തിക്ക് അതിൽ മാറ്റം കിട്ടിയിട്ടുണ്ടോ?
രാജചേട്ടൻ രണ്ടാമത്തെ ദിവസം പോയി അന്വേഷിച്ച് കൊടുത്തു. അവരെ 2 മക്കൾ അതിൽ ചെയ്യേണ്ട കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് എല്ലാ മനുഷ്യരും ഡോക്ടറിലാണ് വിശ്വാസം കൂടുതൽ അർപ്പിച്ചിരിക്കുന്നത്, അല്ലേ? സാർ പിന്നൊരു കാര്യമുണ്ട്. പറയ്. സാർ പിന്നൊരു കാര്യമുണ്ട്. ഇപ്പം എന്റെ മോന് തൈറോയ്ഡ് ഉണ്ട്, മൂത്ത മോന്. അപ്പം ഇവന് പറയാൻ ഇന്ന സപ്ലിമെന്റ് നല്ലതാണ്, സപ്ലിമെന്റ് ആണ്, മരുന്ന് നല്ലത് കഴിക്ക്, ഇത് തൈറോയ്ഡ് മാറും എന്ന് പറയും. അവൻ പറയാൻ ഡോക്ടർ പറയാൻ ഞാൻ കഴിക്കത്തില്ലെന്ന് പറയും. അവൻ പുള്ളി അത് കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വൈഫ് പറയും എന്റെ കാലിനൊക്കെ വേദന, അപ്പം ഞാൻ പറയും ഇതുപോലെ പ്രോഡക്റ്റ് കഴിക്ക്, മാറും. അത് പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാരിക്ക് ഒരു ഇച്ചിരി അറിവ് കൂടുതൽ, കാരണം ബ്യൂറേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൊണ്ട് പുള്ളിക്കാരി ഞങ്ങളുടെ ഒരു പുള്ളിക്കാരുടെ റിലേറ്റീവ് ഉണ്ട്, ഡ്രഗ്സ് കൺട്രോളിൽ അയാളാ. അയാളോട് ദൂരം എല്ലാം ചോദിച്ചിട്ടാണ് ഇത് ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ അവളത് കഴിച്ചിട്ടില്ല. ഞാൻ പറയും വേണ്ട, കഴിക്കണ്ടെങ്കിൽ നീ തനിയെ കണ്ടുപിടിക്കുന്ന സ്വയം മനസ്സിലായിക്കൊള്ളുന്നു. ഓക്കെ സാർ. വൈഫ് ഫാമിലി കഴിച്ചില്ല, പക്ഷെ അവർക്ക് റിസൾട്ട് ഉണ്ട്. കണ്ട ഇതണ്ട, നമ്മൾക്ക് എൻ്റെ അമ്മ തന്നെ ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ കഴിച്ചില്ല. എൻ്റെ അമ്മയോട് ആദ്യം പറഞ്ഞപ്പോൾ കഴിച്ചില്ല, സർജറി കഴിഞ്ഞു 2ാമത്തെ പ്രാവശ്യം അമ്മ കഴിച്ചത്. മനസ്സിലായി? ഇത് നമ്മൾ വരും, കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാവും. ഓക്കെ, എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. രാജചേട്ടൻ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസമായുള്ളൂ കേട്ടോ, അധികമൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. എനിക്കൊന്ന് 1 മാസം 1.5 മാസം ആവുന്നുള്ളൂ, 1.5 മാസം ആയിട്ടുള്ളൂ ഏകദേശം ജോയിൻ ചെയ്തിട്ട്. സാർ ഞാനിപ്പോ 8%ലേക്ക് പോവാണ്, ഉടനെ പോകും. ജസ്റ്റ് ഒരു 3-4 ദിവസത്തിന് ഞാൻ 8%ലേക്ക് പോവാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് നമ്മുടെ ബിസിനസിന്റെ ആ ഒരു ഇത് മനസ്സിലായ ആൾക്കാർ. ഇനി ആർക്കെങ്കിലും ഇതിൽ വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. സാർ ഞാൻ സബിനിസ. സബിനിസ മാഡം പറയൂ. എന്റെ മൂത്ത മകളുടെ കാല് എല്ലാ വർഷവും അവർക്ക് കുഞ്ഞുനാൾ മുതലേ ഉള്ളതാണ്. മഞ്ഞ് സമയമാകുമ്പോഴേക്കും കാലിന്റെ വിരലിന്റെ ഇട മുതൽ കാലിന്റെ പാദം മുഴുവനും വെടിച്ച് വിണ്ട് കീറി ഇങ്ങനെ ഇരിക്കും. അപ്പം ഇപ്രാവശ്യം തിരങ്ങ് സീരിയസ് ആയി, കാല് തറയിൽ ചവിട്ടാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം ഞാൻ നമ്മുടെ ഒരു ഇതിൽ നിന്നുള്ള ആ ഫുഡ് ക്രീം വാങ്ങിക്കൊടുത്തു. അവള് 2 ദിവസം ഇട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും കാല് പഴയ സ്ഥിതിയിലായി. ഇപ്പൊ കാലിന് ആ ഒരു പാട് പോലും കാണാനില്ല. അതിനകത്തന്ന് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു, അന്ന് നമ്മുടെ പ്രോഡക്റ്റിന്റെ ആ ഇതില് സാർ പറഞ്ഞത് 10 മിനിറ്റ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കാലൊന്ന് കഴുകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളതൊന്നും ചെയ്തില്ല. വെറുതെ രാത്രി കിടക്കാൻ നേരം ഈ ക്രീം ഇട്ടുകൊണ്ട് കിടക്കുമായിരുന്നു. ഒരു 2-3 ദിവസം ഇട്ടപ്പോഴേക്കും നല്ല ആശ്വാസമായത്. വെരി ഗുഡ്. എനിക്ക് പിന്നീട് ഒരെണ്ണം കൂടി വാങ്ങണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച കൊട്ടാരക്കര ഈ ക്ലാസ്സിന് പോയപ്പോ, പക്ഷെ അവിടെ തീർന്നു പോയി, വാങ്ങാൻ പറ്റിയില്ല. നല്ലൊരു എക്സ്പീരിയൻസാ മാഡം അത്. അതാ സാറേ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും പെട്ടെന്ന് കാലിങ്ങനെ ഇത്രയും ഭേദമാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല. വെരി ഗുഡ്. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ ഈ ഇത്രയും സബിനിസ മാഡക്ക് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടായാലും ഞാനും ഇന്ന് ആദ്യമായിട്ട് അറിഞ്ഞാണ്, അല്ലേ? നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ആളൊരു വോയിസ് മെസ്സേജ് ഇടുവാണെന്നുണ്ടല്ലോ, അതിനകത്ത് ഇപ്പോഴും അതിനകത്ത് കുറേ ആൾക്കാർ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കമ്പനിയെ കുറിച്ച് മനസ്സിലാവാതെ, തിരിച്ചറിയാതെ 400-ലധികം ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട്. അതിൽ ഇന്ന് വരെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ആൾക്കാർ ഇപ്പോഴും അതിനകത്ത് ഇരിക്കുന്നുണ്ട്. എന്തിനായിരിക്കും എനിക്കറിയില്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് തിരിച്ചറിവുണ്ടാവും. മാത്രമല്ല കുറേ ആൾക്കാർക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളുടെ എക്സ്പീരിയൻസ് വഴി. അതൊരു പുണ്യമായിട്ട് കാണാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വെസ്റ്റീജിൽ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഗുണങ്ങളൊന്ന് ആ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇതൊന്നും നമ്മൾ പറയിപ്പിക്കുന്നില്ല കേട്ടോ. ഇവരിപ്പോൾ ഞാൻ സബിനിസ മാഡത്തിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞു. ഓക്കെ, എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. നമ്മുടെ ഫുഡ് ക്രീമിൻ്റെ റിസൾട്ട് കേട്ടോ, 141 രൂപയായിട്ട് കേട്ടോ അതിൻ്റെ വില കേട്ടോ. 141 രൂപയെ കൊണ്ട് ഇത്രയും മാസമായിട്ട് പല ഡോക്ടർമാരെ കാണിച്ച് മാറാത്ത സാധനം 141 രൂപക്ക് മാറിയ സംഭവമാണ് നിങ്ങൾ കേൾക്കുന്നത്. മനസ്സിലായോ? 141 രൂപക്ക് ഒരു ബിരിയാണീൻ്റെ പൈസയായിട്ടുള്ളൂ. ഇത്രയും കാലം ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിച്ച് നമ്മുടെ ഉള്ളിൽ പല സാധനങ്ങൾ കൊണ്ടുപോയിട്ട് പോലും മാറാത്ത സാധനമാണ് മാറിയിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും സംസാരിക്കാനോ പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം. രാജു സാർ, സുരേന്ദ്രനാഥ്. പറയാം. ഞാനിപ്പോ 2 ദിവസമായിട്ട് വിറ്റമിൻ ഡി ഇത് കഴിക്കാൻ തുടങ്ങി. അപ്പൊ ഇതെല്ലാം സപ്ലിമെന്റിൽ കഴിച്ചിട്ട് നോക്കിയിട്ട് റിസൾട്ട് എല്ലാം എന്തായാലും നല്ല ആവേശത്തിലാണ്. കാരണം 2 ദിവസത്തെ റിസൾട്ട് നല്ല നല്ല റിസൾട്ടാണെല്ലാം കാണുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് എനിക്ക് കിട്ടിയ ക്രിയാറ്റിൻ, കിഡ്നീന്റെ ആ ഒരു പ്രോബ്ലം അത് ശരിയായിട്ടുണ്ട് സാറേ. അവരെ നമ്പർ ഒന്ന് തരണം, കുറച്ച് മാറ്റങ്ങളുണ്ടെന്നല്ലേ പറയുന്നത്.
യെസ്. എനിക്കൊരു പേഷ്യന്റ് ഉണ്ട്, അതുപോലെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് നല്ലൊരു കാര്യമല്ലേ അത്. ഞാൻ നമ്പർ ഞാനത് വിനോദ് അയച്ചു ഞാൻ അയച്ചുതരാം. അല്ല, ഞാൻ വിനോദ് സാറിനെ കാണാം ശനിയാഴ്ച എന്തായാലും പോ. എനിക്ക് കുറെ ഡൗട്ടെല്ലാം പുള്ളിയോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ സാർ. അപ്പൊ എന്തായാലും ആവേശം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി സാറ് പിന്നെ ഷായ് സാറ് പിന്നെ ഇന്നത്തെ എന്റെ റെക്കോർഡ് കിട്ടോ? എന്റെ വൈഫിനെ എന്റെ മോനെ ഒന്ന് കേൾപ്പിക്കാനാണ്. റെക്കോർഡ് ഞാൻ അയച്ചാൽ ഇത് കഴിഞ്ഞ ഒരു 10 അരമണിക്കൂറിന് ഞാൻ അയച്ചു. ഇത് റെക്കോർഡ് ഡൗൺലോഡ് ചെയ്താൽ ഞാൻ അയച്ചു. ഓക്കെ സാർ, താങ്ക് യു. അതുപോലെ നമ്മളെ കമ്പനിയിൽ നേരത്തെ പറഞ്ഞൊരു പ്രൊഡക്റ്റ് തുളസി ഡ്രോപ്സ്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. തുളസി ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ 175 രൂപയെ വിലയുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് രാവിലെ ആയിരിക്കും സ്റ്റോക്ക് വരുന്നുണ്ടാവുക, വൈകുന്നേരം ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നു പോകും. ഓക്കെ, ഇനി ഇതിൽ ബിസിനസ് മൈൻഡിൽ കാണുന്ന ആൾക്കാർക്കുള്ള കുറച്ചൊരു ചെറിയൊരു എനിക്ക് തോന്നിയൊരു ഐഡിയ ഞാൻ പറഞ്ഞതാണ്. തുളസി ഡ്രോപ്സിൻ്റെ വില 175 രൂപയാണ്. അതിൻ്റെ MRP 225 രൂപ, 50 രൂപ അതിൻ്റെ MRP ലാഭമുണ്ട്. ഓക്കെ, ഇന്ന് എല്ലാ ലേഡീസിനും ഏറ്റവും ഉപകാരമായ ഒരു സാധനമാണ് തുളസി ഡ്രോപ്സ്. പീരീഡ്സ് സമയത്തുണ്ടാകുന്ന വേദന, അതുപോലെ ഗ്യാസ് ട്രബിൾ, ഈ എല്ലാ പ്രോബ്ലം, പല്ലുവേദനക്കും എല്ലാത്തിനും പറ്റിയ ഒരു എന്താ പറയുക മൃതസഞ്ജീവിനിയാണ് ആ 175 രൂപയുടെ തുളസി ഡ്രോപ്സ്. അതിൻ്റെ PV എന്ന് പറഞ്ഞാൽ ഏകദേശം 6 PV അടുത്തുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു മാസം 20 പീസേ വാങ്ങിക്കാൻ പറ്റും. 100 PV അടുത്ത് സാധനം വരും. 20 പീസ് വാങ്ങിച്ചാൽ ഇന്ന് എല്ലാ ആൾക്കാരും ചെയ്യുന്നത് ആ സാധനം സ്റ്റോക്ക് വന്ന ഉടനെ 20 പീസ് വെച്ച് വാങ്ങിക്കുകയാണ്. ആ ഒരു മാസം കൊണ്ട് ഈ സാധനം വാങ്ങിക്കുന്ന 20 കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച കുറേ ആൾക്കാരുണ്ട്. 116 PV ആ സാധനത്തിനാവും 20 പീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഒരു ബിസിനസ് മൈൻഡുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 20 കസ്റ്റമറെ തുളസി ഡ്രോപ്സ് ഉപയോഗിക്കാൻ പറ്റുന്ന 20 കസ്റ്റമറെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമം ഇതിലുള്ള 72 പേരും ചെയ്യുവാണെങ്കിൽ അടുത്ത സ്റ്റോക്ക് വരുന്ന അന്ന് തന്നെ ഒരു 20 പീസ് തുളസി ഡ്രോപ്സ് വാങ്ങിച്ച് ആ 20 കസ്റ്റമർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് കസ്റ്റമർ നിങ്ങൾക്ക് അതിൽ 100 പീസല്ല 200 പീസല്ല അതിൽ കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കുന്ന ലെവലെത്താൻ പറ്റും. നിങ്ങളുടെ കൺസിസ്റ്റൻസി സ്ഥിരമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. 116 PV അവിടെ കയറി വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാ സാധനവും ഇത് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് വഴി. ഞാൻ എന്തുകൊണ്ട് ഇത് പറയാൻ കാരണം അറിയോ? CMD എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റില്ലേ, നേരത്തെ പറഞ്ഞു വിനോദ് പറഞ്ഞ കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ്. ആ ഒരു സാധനം വെച്ചിട്ട് 1 കോടിയുടെ ചെക്ക് വാങ്ങിക്കുന്ന ഒരാളുണ്ട്. അവരൊറ്റ സാധനം കൊണ്ട് 1 കോടിയുടെ മാസം ചെക്ക് വരുമാനം വാങ്ങിക്കുന്ന ഒരാളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, ഓൺലൈൻ സൂമിലെ ട്രെയിനിങ്, നിങ്ങൾ അറ്റൻഡ് ചെയ്തെന്ന് എനിക്കറിയില്ല. ആ വ്യക്തി ആ സെഷൻ ചെയ്ത് 2 മണിക്കൂർ നേരെ സെഷൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അതിൽ പഠിച്ചെടുത്തിട്ട് അതിൽ PhD എടുത്തു അദ്ദേഹം. അതിലൂടെ 1 കോടിയുടെ ചെക്ക് ഒരു മാസം വരുമാനം വാങ്ങി നിർത്തിയത് ആ CMDയിലൂടെ. ഞാൻ ദുബായിലൊരു വ്യക്തിയെ പരിചയപ്പെട്ടായിരുന്നു, ഗുജറാത്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ ആദ്യം പരിചയപ്പെട്ട സമയത്ത് അദ്ദേഹം 3 വർഷമായി വെസ്റ്റീജ് ചെയ്യുന്നു. ആകെ 2 വ്യക്തികൾ മാത്രമേ ജോയിൻ ചെയ്യിപ്പിച്ചുള്ളൂ. പക്ഷെ 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കി. വെസ്റ്റീജിലൂടെ വരുമാനം കിട്ടുന്ന ചെറിയ പൈസയാണ്. അദ്ദേഹം CMD മാത്രം ദുബായിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കുക. എന്താ ചെയ്യുന്നൊരു ഒരു CMDക്ക് നാട്ടിൽ 970 രൂപയുള്ളൂ. ഇവിടെ വന്നിട്ട് 100 ദ്രംസിന് കൊടുക്കുക. ദുബായിൽ വന്നിട്ട് 100 ദ്രംസിന് കൊടുക്കുക. നാട്ടിൽ 2200 രൂപയാണ് ആ ഒരു സാധനത്തിന്. അദ്ദേഹം ഒരു 3 മാസം കൊണ്ട് നാട്ടിലേക്ക് പോകും, കുറച്ച് CMD ആയിട്ട് കൊണ്ടുവരും. ഇവിടെ എല്ലാവർക്കും കൊടുത്ത് വീണ്ടും നാട്ടിലേക്ക് പോകും, CMD ആയിട്ട് കൊണ്ടുവരും. നാട്ടിലേക്ക് പോകുന്നത് ഈ വെസ്റ്റീജിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുക. വരുമ്പോൾ ഈ സാധനം വാങ്ങിച്ചു വരിക. 4500 ദ്രംസ് ഒരു മാസം ഉണ്ടാകും. ഏകദേശം 1 ലക്ഷം രൂപ അതിനകത്തെ. പക്ഷേ വെസ്റ്റീജിലൂടെ ആക്കി ഇൻകം കുറവാണ്, പക്ഷേ MRP ലാഭം അയാൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലും പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനെ കുറച്ച് അറിയാനും പഠിക്കാനും ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഒളിഞ്ഞിരിക്കുന്ന സാധനമൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക സുഹൃത്തുക്കൾ. ബിസിനസ് മൈൻഡോടുകൂടി കാണാം. നിങ്ങളുടെ അകത്തുള്ള അപ്പുറത്തെ വീട്ടിലുള്ള നെഗറ്റീവ് വിട്ടുകളെ ഈ ഒരു സാധനം വെസ്റ്റീജ് എന്ന കമ്പനീൻ്റെ അകത്തുണ്ടല്ലോ, നിങ്ങളെ ലക്ഷപ്രഭുവാക്കി മാറ്റാൻ സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാക്കാൻ, പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ സംസാരിക്കാനും, യൂട്യൂബിൽ വെൽനസ് സിറ്റി എന്ന ആ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് അതിനകത്ത് കുറേ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാനും എഴുതാനും നല്ലൊരു സ്റ്റുഡൻറ്റിനെ പോലെ ഇതിനകത്ത് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ 1-2 വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ കൂടെ നിൽക്കുക. നിങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് നമുക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ സെഷൻ ഇത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും സംശയം കൊണ്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? സർ നമസ്കാരം. പറയൂ. സർ, നമ്മുടെ തുളസി ഡ്രോപ്പിനെ കുറിച്ച് ഒരു ഡൗട്ട് ചോദിക്കാനാണ്. അതായത് ഇപ്പം ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു 3-4 അഡ്വക്കേറ്റ്സ് കഴിഞ്ഞ മാസം വന്നിട്ട് അവര് തുളസി ഡ്രോപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പൊ അവര് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തോ ഒരു ഓവർ അവര് യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ്
ഈ തുളസി ഡ്രോപ്പ് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അത്രേ. അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ വന്ന് അവര് എന്റെ അടുത്ത് വാങ്ങിയിട്ട് പോയി. അപ്പൊ അത് എന്താണ് അങ്ങനെ, എന്താണ് അതിന്റെ ഒരു ഗുണം എന്ന് കുറച്ച് പറയാമോ? അതിലെന്താണ് അവരങ്ങനെ ചെയ്യാൻ കാരണം എന്ന്? കാരണം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാനായിട്ടാണെങ്കിലും. ഒരു ഹസ്ബൻഡിന്റെ ചേട്ടൻ വന്ന് ഒരു ദിവസം മേടിച്ചോണ്ട് പോയതാണ് തുളസി ഡ്രോപ്പ്. പിന്നെ പുള്ളി വർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ അവിടെ അഡ്വക്കേറ്റ്സ് കണ്ടപ്പോ അവരിത് ഇപ്പൊ പുള്ളി വരുമ്പോ നാലെണ്ണൊക്കെ എന്റെ അടുത്ത് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അവരത് ഒരു ഗ്ലാസ് വെള്ളം തുളസി ഡ്രോപ്പ് ഒഴിച്ച് കുടിച്ചിട്ടാണ് ഇത്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അതങ്ങനെ, എന്തോ ഒരു ഓറ എന്നൊക്കെ ഒരു എന്തോ പറഞ്ഞു, പക്ഷെ എനിക്കത് ക്ലിയർ ആയിട്ടില്ല എന്തായിരിക്കും. ഓറ എന്ന് പറഞ്ഞ കാര്യം അതെന്താണെന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ ദൈവങ്ങളുടെ ചിത്രം കാണുമ്പോൾ അതിന് ചുറ്റും, തലയുടെ ചുറ്റും ഒരു വെളുത്ത ഇത് കാണുന്നില്ല, ലൈറ്റ്, എക്സ്ട്രാ ലൈറ്റ്, അതിനാണ് പറയാ ഓറ. നമ്മൾക്ക് ഓരോ മനുഷ്യനും ഇതുപോലെയുള്ള ഓറയുണ്ട്. അത് നെഗറ്റീവ് മാത്രം പാസ് ചെയ്യുന്നവർക്ക് ഓറ വളരെ ചെറുതായിരിക്കും. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പാസ് ചെയ്യുന്നവർക്ക് ഓറ കൂടി വരുന്നുണ്ടാവും. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓറ എന്ന് പറയുന്ന സംഭവം കൂടി വരുന്നുണ്ടാവും. അതിന്റെ ഒരു പ്രതിബിംബമായിട്ടാണ് നമ്മൾ ദൈവങ്ങളുടെ ഫോട്ടോത്തിന് ഈ ഓറ വരച്ചെടുക്കുക. ഒന്ന്, ഞാൻ പറയുന്നത് കംപ്ലീറ്റ് കേൾക്കുക. ഓക്കെ, ഇനി എന്തിനാണ് തുളസി ഡ്രോപ്സ് ഉപയോഗിക്കുന്നത്? നിങ്ങളിപ്പം ഒരു സ്ഥലത്ത് നടന്നു പോയി കുറെ കിലോമീറ്ററുകളോളം നടന്നു. ഞാൻ അങ്ങനെ നടക്കുന്ന ആളാണ്. നടന്നു, ചില ആൾക്കാർക്ക് പെട്ടെന്ന് കിതപ്പൊക്കെ വന്ന് ചിലപ്പോൾ ശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാതെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസ്ഥയിൽ വെള്ളം കുടിക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ കുടിക്കുന്നവരുണ്ടാവും അല്ലെ? ഇതിൽ പല ആൾക്കും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ. ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഈ തുളസി ഡ്രോപ്സ് ഉണ്ടെങ്കിൽ, ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 മുതൽ 4 5 ഡ്രോപ്സ് തുളസി ഡ്രോപ്സ് ഇട്ടിച്ച് കുടിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിലീഫ് കിട്ടുന്നുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തുളസിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിൽ ഓക്സിജന്റെ ആവശ്യമുണ്ട്. ഓക്സിജൻ കുറയുമ്പോഴാണ് നമുക്ക് ഈ പല പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത്. യോഗ ചെയ്യുന്നവർ ബ്രീത്തിങ്ങിനെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ശ്വാസമാണ് അവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത്, ബ്രീത്താണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എന്തെത്തും? ഓക്സിജൻ കൂടുതലായിട്ട് എത്തും. തുളസി ഡ്രോപ്സിലൂടെ ഓക്സിജൻ നല്ല രീതിയിൽ അവർക്ക് ബ്രീത്തിങ് നല്ല രീതിയിൽ യോഗ ചെയ്ത് നല്ല റിസൾട്ട് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. സിമ്പിൾ. നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. യോഗ ചെയ്യാൻ പറ്റുന്നു, നടക്കാൻ പറ്റുന്നവർക്ക് നടക്കാൻ പറ്റും. ശ്വാസതടസ്സം ഉള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് മാറുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അസിഡിറ്റിന്റെ പ്രശ്നം ഉണ്ടാകും. അസിഡിറ്റിന്റെ പ്രശ്നം വന്നിട്ടും ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ തോന്നുന്നവരുണ്ടാവും. അവർക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. വയറുവേദന ഉണ്ടെങ്കിൽ പറ്റും. അതുപോലെ തന്നെ പല്ലുവേദന ഉണ്ടെങ്കിൽ പറ്റും. ജലദോഷം ഉണ്ടെങ്കിൽ ആവി പിടിക്കാം. എണ്ണിയാലും തീരാതെ നമ്മളെ എന്താ പറയാ, നമ്മുടെ തെരുവോരത്തൊക്കെ ആൾക്കാർ കച്ചവടം ചെയ്യുന്ന പോലെ ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് അതുപോലെ വിളിച്ചു പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് ആണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തുളസി ഡ്രോപ്സ് ഉണ്ടെങ്കിൽ വാങ്ങി നിങ്ങളുടെ എല്ലാ പ്രോബ്ലത്തിനും ഒരു പരിഹാരമായിട്ട് അത് മാറുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു. തുളസി ഡ്രോപ്സ് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പക്ഷെ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ 1 മണിക്കൂറിനകം അത് ഓർഡർ ചെയ്തേക്കണം. പിന്നെ കാരണം ഈ ഓരോ ഡിസ്ട്രിബ്യൂട്ടർ 20 പീസ് വെച്ച് പർച്ചേസ് ചെയ്യും. എല്ലാ ഡിസ്ട്രിബ്യൂട്ടറും 20 പീസ് വെച്ച് പർച്ചേസ് ചെയ്യും. കാരണം കഴിഞ്ഞ ആഴ്ച തലശ്ശേരി പാറാട്ടുള്ള ലിജി മാഡത്തിനോട് രാവിലെ ഞാൻ ഗ്രൂപ്പിലിട്ട് തുളസി ഡ്രോപ്സ് വന്നിട്ടുണ്ട് പറഞ്ഞു. 4 മണിയാകുമ്പോൾ ആ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കായി. ലിജി മാഡം പറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെ ഒരുപാട് പീസ് എൻ്റെ ഗ്രൂപ്പിലെ ആൾക്കാർ കംപ്ലീറ്റ് 20 പീസ് വെച്ച് ഓർഡർ ചെയ്യുന്നതാണ്. അപ്പോഴേക്ക് വൈകുന്നേരം ഔട്ട് ഓഫ് സ്റ്റോക്കായി. അതുകൊണ്ടാണ് പറഞ്ഞത് തുളസി ഡ്രോപ്സ് എന്ന് വന്നാലും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടേക്കണം. സ്പോട്ടിൽ അത് സാധനം വാങ്ങിച്ചു വെച്ചേക്കണം. വാങ്ങിച്ചു വെച്ച് അതാർക്കും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു വലിയൊരു ബിസിനസ് അവിടെ നമുക്ക് അതിലൂടെ PhD എടുക്കാൻ നമുക്ക് സാധിക്കും. കുറച്ച് ചെയ്യുമ്പോൾ അതിലൂടെ ചെക്കിൻ്റെ വലിപ്പം കൂട്ടാൻ സാധിക്കും. ഞാനത് 100% പറയുകയാണ്. നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുക. അങ്ങനെ 1-2 നല്ല പ്രൊഡക്റ്റിലേക്ക് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, സംസാരിക്കാനുണ്ടോ, വൈൻഡപ്പ് ചെയ്യാവോ? ഓക്കെ, ഇനി അധികമായി കഴിഞ്ഞാൽ അമൃതം ഇതല്ല. അപ്പോൾ നമുക്കിത് തൽക്കാലം ഇന്നത്തെ ദിവസം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ പിന്നെ ഒന്നും പറയാനുണ്ടാവില്ല. നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഇങ്ങനെ കുറേ സെഷൻ ചെയ്യുന്നുണ്ട്.
കുറേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ടല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്നും ഒരേപോലത്തെ സെഷൻ ചെയ്യുന്നുണ്ടാവും, പല പല ഇതുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാനും അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഒരു റിക്വസ്റ്റ് കൂടിയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വിനോദ് സാർ ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ റിസൾട്ട് അദ്ദേഹത്തിന് അറിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനും അത് പറഞ്ഞു കൊടുക്കാനും ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവും. കാരണം ഇത് ചോദിക്കൽ മാത്രമേ ഉള്ളൂ, ചോദിച്ചതിന് ശേഷം റിസൾട്ട് അദ്ദേഹത്തിനോട് ആരും പറയാറില്ല. അദ്ദേഹത്തിന് അത് അറിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷമാണ്. അതോടൊപ്പം നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടുവാണെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്കിങ്ങനെ മാറ്റം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കാൻ മടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അത് ഉപയോഗിച്ചേക്കാം. ഓക്കെ, അതും അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്രൊഡക്റ്റ് ഗ്രൂപ്പിലേക്ക് ഇടുക. നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും പ്രൊഡക്റ്റ് ഗ്രൂപ്പിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവരോട് പറയുക, അറ്റ്ലീസ്റ്റ് ഒരു 20 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചാൽ മാത്രമേ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ എൻട്രി ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ പല നെറ്റ്വർക്കും ചെയ്യുന്ന ആൾക്കാർ ആ ഗ്രൂപ്പിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, പല ഗ്രൂപ്പുകൾ വേറെ ഉണ്ടാവും, പല പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആ ഗ്രൂപ്പിലേക്ക് എൻട്രി കൊടുക്കാതെ ഒരു ഏതെങ്കിലും ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും പല ആൾക്കാർ പ്രൊഡക്റ്റിൻ്റെ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എനിവേ നമുക്ക് ഈ ബിസിനസ്സിൽ വലിയൊരു മാറ്റത്തിൽ വലിയ ഗ്രോത്തിലേക്ക് പോകാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, ഒത്തൊരുമിച്ച് നിൽക്കുക, ഓരോരോ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു വെൽ. ഗുഡ് നൈറ്റ്.